Good morning, all. Good morning, ma'am. നമ്മുടെ കമ്പ്യൂട്ടറാണ് എടുത്തുകൊണ്ടിരിക്കുന്നത്. അതിന്റെ ലാസ്റ്റ് ഭാഗത്തിലേക്ക് എത്തി. നമ്മളൊരു ചെറിയ ഭാഗം കൂടി എടുക്കാനുണ്ട്. ഭാഗമാണ് ഞാൻ ഇതിനോടൊപ്പം തന്നെ നമ്മുടെ മെഡിക്കൽ എക്യുപ്മെന്റ് കൂടി എടുത്തിട്ടുണ്ട്. നിങ്ങളുടെ കയ്യിൽ കാണും അല്ലേ? Yes, ma'am. നമ്മള് കുറച്ച് നാള് അല്ലെ കുറച്ച് കമ്പ്യൂട്ടറിന്റെ കുറച്ച് ബേസിക് ആയിട്ടുള്ള കാര്യങ്ങളെല്ലാം നമ്മൾ പഠിച്ചു. എന്താണ് പ്രധാനമായിട്ടും നെറ്റിന്റെ ഉപയോഗം, അതോടൊപ്പം തന്നെ പ്രോസസ്സും അങ്ങനെയുള്ള കാര്യങ്ങൾ, അതിന്റെ ഇപ്പോഴത്തെ പ്രധാനപ്പെട്ട ഉപയോഗങ്ങളെല്ലാം കണ്ടു. ഇനി നമുക്ക് മനസ്സിലാക്കേണ്ടത് ഇതില് പ്രധാനമായിട്ടും ഇങ്ങനെയുള്ള ഉപയോഗങ്ങളൊക്കെ ഉണ്ട് എന്നുള്ളതോടൊപ്പം തന്നെ കുറച്ചും കൂടി അല്ലെ നമ്മുടെ ചീറ്റ് ചെയ്യാനായിട്ടുള്ള ഭീഷണികളും കാര്യങ്ങളൊക്കെ വഴി നമ്മുടെ അക്കൗണ്ട്സിലെ ഡീറ്റെയിൽസും അതേപോലെ തന്നെ ഒരു കമ്പനി ആണെങ്കിൽ അതുമായി ബന്ധപ്പെട്ടുള്ള കാര്യങ്ങളൊക്കെ അല്ലെ എന്തെങ്കിലും ചൂഷണം ചെയ്തെടുക്കുന്ന കുറെ സംഭവങ്ങൾ കൂടി എന്താണ് ഈ കമ്പ്യൂട്ടറിൽ ഉണ്ട് എന്നുള്ളത്. അപ്പൊ നമുക്കറിയാം ഇപ്പൊ ഫോണൊക്കെ വരുമ്പോഴെന്താണ് ആദ്യം തന്നെ നമ്മൾ ഫോൺ ചെയ്യുമ്പോൾ എന്താ കേൾക്കാറ്? സോഷ്യൽ മീഡിയകളിലൂടെ എന്തെങ്കിലും കാര്യങ്ങളൊക്കെ പറഞ്ഞു കേൾക്കാറല്ലേ ഇപ്പൊ ഏത് ഫോൺ ആർക്ക് ഫോൺ ചെയ്യുമ്പോഴും ആദ്യം തന്നെ വരുന്ന ഒരു ന്യൂസാണ്, നിങ്ങൾ അങ്ങനെയൊന്നും ചെയ്യരുത്, നിങ്ങൾ നിങ്ങളുടെ അക്കൗണ്ട്സ് ഒന്നും വെളിപ്പെടുത്തി കൊടുക്കരുത്, അതൊക്കെ നിങ്ങളെ ചീറ്റ് ചെയ്യുന്നതാണ്, അങ്ങനെയൊക്കെയുള്ള കാര്യങ്ങളെല്ലാം ഇപ്പൊ അല്ലെ. അതെന്തുകൊണ്ടാണ് അങ്ങനെ വരുന്നത്? നമ്മളുടെ നമ്മൾ അറിയാതെ തന്നെ നമ്മുടെ അക്കൗണ്ട്സും കാര്യങ്ങളെല്ലാം ചോർത്തി നമ്മളിൽ നിന്ന് അക്കൗണ്ടിൽ നിന്നാണ് പണങ്ങളെല്ലാം അല്ലെങ്കിൽ നമ്മുടെ മെയിൽ വഴി നമ്മുടെ ക്രെഡിറ്റ് കാർഡിന്റെ നമ്പറോ അങ്ങനെ എന്തെങ്കിലുമൊക്കെ വഴി നമ്മളെ ചൂഷണം ചെയ്തെടുക്കാനായിട്ട് സാധ്യതയുള്ളതുകൊണ്ടാണ്. അപ്പൊ അങ്ങനെയുള്ള കുറച്ച് വഞ്ചനാപരമായിട്ടുള്ള കാര്യങ്ങളാണ് ഇനി നമുക്ക് നോക്കാനുള്ളത്. കേൾക്കാത്ത കുറച്ച് വേർഡ്സ് ഒക്കെയാണ്, പക്ഷെ ഇതില് അങ്ങനെയൊക്കെയുള്ള ഓരോ ഓപ്ഷൻസുകളാണ് ഉള്ളത് എന്ന് മനസ്സിലാക്കി വെച്ചാൽ മതി. പ്രധാനമായിട്ട് എന്താണെന്ന് നോക്കാം. ഓൺലൈൻ സെക്യൂരിറ്റി. ഓൺലൈൻ സെക്യൂരിറ്റി എന്ന് മാത്രമല്ല കേട്ടോ ഹെഡ്ലൈൻ വരിക, ഓൺലൈൻ സെക്യൂരിറ്റി ത്രെഡ്സ് ഇതാണ് വരിക. അങ്ങനെയാണ് ഒരു ഹെഡിങ് വരിക, ഓൺലൈൻ സെക്യൂരിറ്റി ത്രെഡ്സ്. അപ്പോ ഈ ഓൺലൈൻ സെക്യൂരിറ്റി ത്രെഡ്സ് എന്ന് വെച്ചാൽ എന്താണെന്ന് നോക്കാം. ഓൺലൈൻ സെക്യൂരിറ്റി ത്രെഡ്സ് റെഫേഴ്സ് ടു ന്യൂമറസ് റിസ്ക്സ് ആൻഡ് vulnerabilities that can compromise the security of individuals, organization and systems when using the internet. അതായത് നമ്മളിങ്ങനെ ഇന്റർനെറ്റ് വഴി കാര്യങ്ങളെല്ലാം നമ്മളിപ്പോ ഉപയോഗങ്ങൾ കുറെ കണ്ടോ അല്ലെ, ബ്രൗസേഴ്സ് വഴി കുറെ കാര്യങ്ങൾ ചെയ്യാൻ പറ്റും, നമുക്ക് എല്ലാവർക്കും എല്ലാ കാര്യങ്ങളും ഷെയർ ചെയ്യാൻ പറ്റും. ഇൻ കേസ് എന്തിനെ കുറിച്ചിട്ടുള്ള ഡീറ്റെയിൽസ് കളക്ട് ചെയ്യാൻ സാധിക്കും. ഒരു വെബ് പേജ് എടുത്തിട്ട് തന്നെ നമുക്ക് മറ്റു കാര്യങ്ങൾ അറിയണമെങ്കിലും അതിനുള്ള സൗകര്യമുണ്ട്. അങ്ങനെ ഒരുപാട് അല്ലെ ഫയലുകളും ഷെയറുകളും അല്ലെങ്കിൽ എവിടെ നിന്ന് മീറ്റിങ്ങുകൾ കണ്ടക്ട് ചെയ്യാൻ സാധിക്കും. അങ്ങനെ ഒരുപാട് കാര്യങ്ങൾ ഉപയോഗങ്ങൾ ഇതുമായി ബന്ധപ്പെട്ട് നെറ്റിന്റെ സൗകര്യം കൊണ്ട് ഉണ്ട് എന്നുള്ളതാണ്. ഒപ്പം തന്നെ പറയുന്ന മറ്റൊരു കാര്യമാണ് എന്താണ് ഇന്റർനെറ്റ്. അത് ഉപയോഗിക്കുന്നതോടൊപ്പം തന്നെ എന്താണ് മറ്റ് നമ്മുടെ വ്യക്തിപരമായിട്ടും അല്ലെങ്കിൽ ഓർഗനൈസേഷന്റെ ആ ഒരു സിസ്റ്റത്തിനെ ചൂഷണം ചെയ്തെടുക്കാൻ വേണ്ടിയിട്ട് അവരുടെ എന്തെങ്കിലും കാര്യങ്ങൾ, എന്തെങ്കിലും രേഖാമൂലമുള്ള കാര്യങ്ങളാവാം, അതല്ലെങ്കിൽ എന്തെങ്കിലും പാസ്വേഡ് യൂസർ ഐ ഡി, അതെല്ലാം വഴി നമ്മളെ ചൂഷണം ചെയ്തെടുക്കാൻ പറ്റുന്ന കാര്യങ്ങൾ ഏത് തന്നെയാണെങ്കിലും അതിനെ എന്തെന്ന് പറയും? ഓൺലൈൻ സെക്യൂരിറ്റി ത്രെഡ്സ് എന്ന് പറയും. അത് ഏത് രീതിയിലും വഞ്ചിക്കാമെങ്കിലും അതിന് മൊത്തത്തിൽ പറയുന്നതാണ് ഓൺലൈൻ സെക്യൂരിറ്റി ത്രെഡ്സ്. ഓക്കെ, അതാണ് ഫസ്റ്റ് പോയിന്റ് എന്ന് പറയുന്നത്. ആ ഫസ്റ്റ് സെന്റൻസിൽ പറയുന്നത് ഓൺലൈൻ സെക്യൂരിറ്റി ത്രെഡ്സ് റെഫേഴ്സ് ടു ന്യൂമറസ് റിസ്കുകൾ. വ്യത്യസ്ത തരത്തിലുള്ള നഷ്ടങ്ങൾ നമുക്ക് ഉണ്ടാക്കി തരാം. ചിലപ്പോൾ അക്കൗണ്ട്സിലെ ക്യാഷ് ആയിട്ടും അപഹരിക്കുന്നത്, ചിലപ്പോൾ ഓർഗനൈസേഷനെ സംബന്ധിച്ച് അവർ ഇറങ്ങി അല്ലെ മറ്റുള്ളവർക്ക് വെളിപ്പെടുത്താൻ പറ്റാത്ത കുറെ ഡീറ്റെയിൽസുകളായിരിക്കും അപഹരിച്ചിരിക്കുന്നത്. അങ്ങനെ ഏത് തരത്തിലും നമ്മളെ വഞ്ചിക്കുന്നുണ്ടെങ്കിൽ അത് വ്യക്തിപരമായിട്ടും സ്ഥാപനപരമായിട്ടും ആ സിസ്റ്റം വഴി നമ്മളെ വഞ്ചിക്കുന്നുണ്ട് എങ്കിൽ അതെല്ലാം എന്താണ് നമ്മുടെ ഓൺലൈൻ സെക്യൂരിറ്റി ത്രെഡ്സ് ആണ് പറയുന്നത്. ഇനി പറയുന്നത് there are some common ഓൺലൈൻ സെക്യൂരിറ്റി ത്രെഡ്സ്. അങ്ങനെ പറയുന്ന സാധാരണ രീതിയിൽ കോമൺലി വരുന്ന ഇത്തരത്തിലുള്ള വഞ്ചന നിറഞ്ഞ പ്രവർത്തനങ്ങളെ പറയുന്ന പേരുകൾ താഴെ പറയുന്നുണ്ട്. ഫസ്റ്റ് വൺ മാൽവെയർ. മാൽവെയറിൽ എന്താ പറയുന്നത്? മാൽവെയർ ഷോർട്ട് ഫോർ malicious സോഫ്റ്റ്വെയർ, കൺസിസ്റ്റ് ഓഫ് വൈറസ്, വോംസ്, ട്രോജൻസ്, ransomware and
സ്പൈവെയർ. അതായത് ഇത് എന്താണ് പ്രത്യേകത എന്ന് പറയുന്നത്, ഇതൊരു ആപ്ലിക്കേഷൻ സോഫ്റ്റ്വെയർ ആണ്. ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഒരു സോഫ്റ്റ്വെയർ, അതായത് പ്രോഗ്രാമിൽ സെറ്റ് ചെയ്തുകൊണ്ടാണ് വഞ്ചനാപരമായിട്ടുള്ള ഇത്തരത്തിലുള്ള പ്രവർത്തനങ്ങൾ നടക്കുന്നത്. ഒരു ഡിവൈസിനെയോ നെറ്റ്വർക്കിനെയോ ഹാം ചെയ്യാനായിട്ട് ഉപയോഗിക്കുന്ന അല്ലെങ്കിൽ അതിനു വേണ്ടി ഉണ്ടാക്കിയിരിക്കുന്ന സോഫ്റ്റ്വെയറുകളെയാണ് മാൽവെയർ എന്ന് പറയുന്നത്. അതായത് നമ്മുടെ അക്കൗണ്ട്സിന്റെ കാര്യങ്ങൾ അല്ലെങ്കിൽ നമ്മുടെ നെറ്റ് വഴി നമ്മുടേതായിട്ടുള്ള വ്യക്തിപരമായിട്ട് ഓർഗനൈസേഷന്റെ സിസ്റ്റം വഴിയായിട്ടുള്ള എല്ലാ കാര്യങ്ങളും ചൂഷണം ചെയ്തിരിക്കുന്നതിന് വേണ്ടി സ്പെഷ്യലി ഫോം ചെയ്തിരിക്കുന്ന സോഫ്റ്റ്വെയറുകളെയാണ് മാൽവെയർ എന്ന് പറയുന്നത്. അതില് പ്രധാനമായിട്ടും പറയുന്ന മാൽവെയർസ് ആണ് എന്തൊക്കെയോ, എന്താണ് വൈറസ് വഴി നമുക്ക് വൈറസുകൾ ഇൻക്ലൂഡ് ചെയ്ത് ബോംബ്സ്, ട്രോജൻസ്, ട്രോജൻസ് എന്നൊക്കെ പറയുമ്പോൾ കുതിരകൾ എന്നൊക്കെ പറഞ്ഞുള്ള ഒരു വേദിക തന്നെയാണത്. അത് സ്പെഷ്യലി എന്താണ് എന്തെങ്കിലും ചൂഷണം ചെയ്തിരിക്കണം, ആ ഒരു ഇത് ഇംപ്ലിമെന്റ് ചെയ്ത് അതല്ലേ അത് ഏതെങ്കിലേക്കും ഫോർവേഡ് ചെയ്തിട്ട് അതിൽ നിന്ന് വിവരങ്ങളെല്ലാം ചോർത്തിയെടുക്കുക എന്നുള്ളതാണ് പ്രധാനമായിട്ടും ലക്ഷ്യമിടുന്നത്. അപ്പൊ ഇത്തരത്തിലുള്ള വ്യത്യസ്ത തരത്തിലുള്ള മാൽവെയർസ് ഉണ്ട്. എന്താണ് ബോംബ്സ് ഉണ്ട്, ട്രോജൻസ്, പിന്നെ ransomware and spyware. And malware is outlined to damage or attain unauthorized entry to a system, steal sensitive information or damage normal computer operations. അതായത് ഇതിന്റെ ഒരു പ്രത്യേകത എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മളുടെ അല്ലെ അൺഓതറൈസ്ഡ് എന്ന് പറയുമ്പോൾ അംഗീകാരം ഇല്ലാത്ത രീതിയിൽ തന്നെയാണ് അത് നമ്മുടെ ഇതിലേക്ക് നമ്മുടെ സിസ്റ്റത്തിലേക്ക് കയറി പറ്റുന്നത്. അത് അങ്ങനെ കയറി പറ്റിയിട്ട് എന്താ സംഭവിക്കുന്നത്, നമ്മുടേതായിട്ടുള്ള ഇൻഫോർമേഷൻസ് എല്ലാം ചൂഷണം ചെയ്തിട്ട് നമ്മുടെ കമ്പ്യൂട്ടറിന്റെ പ്രവർത്തനത്തിനെ നശിപ്പിക്കുകയാണ് ചെയ്യുന്നത്. ഇപ്പൊ നല്ല സ്മൂത്ത് ആയിട്ട് പോകുന്ന പ്രവർത്തനങ്ങൾക്കെല്ലാം അവര് എന്തെങ്കിലും എറർ വരുത്തി വെക്കും. അപ്പൊ നമുക്കത് നന്നായിട്ട് തന്നെ റൺ ചെയ്യാനായിട്ട് സാധിക്കുകയും. അപ്പൊ അത്തരത്തിലുള്ള വഞ്ചനാപരമായ പ്രവൃത്തികളാണ് മാൽവെയറിൽ പറയുന്നത്. ഇനി ഫിഷിങ് മറ്റു തരത്തിലുള്ളൊരു ഇതാണ്, വഞ്ചനാപരമായ പ്രവർത്തനമാണ്. ഇതിൽ എന്താ പറയുന്നത്, ഫിഷിംഗ് ഇൻവോൾവ്സ് ഡിസിറ്റ്ഫുൾ അറ്റംപ്റ്റ്സ് ടു ഡിസീവ് യൂസേഴ്സ് ഇൻടു പ്രൊവൈഡിങ് സെൻസിറ്റീവ് ഇൻഫർമേഷൻ. അതായത് ഇതിലും അല്ലെ ഡിസിറ്റ്ഫുൾ എന്ന് പറയുമ്പോൾ വഞ്ചനാപരമായ അറ്റംപ്റ്റ്സ് തന്നെയാണ് ഇവിടെ കാണിക്കുന്നത്. യൂസേഴ്സിന്റെ ഇടയിലാണ് ഇത് പ്രൊവൈഡ് ചെയ്യുന്നത്. നമുക്ക് പെട്ടെന്ന് തന്നെ മനസ്സിലാവാനായിട്ട് ചിലപ്പോൾ ചില മെസ്സേജുകളൊക്കെ കാണിക്കും, നിങ്ങൾ അക്കൗണ്ട് നമ്പർ വെളിപ്പെടുത്തി തരണം, അതല്ലെങ്കിൽ നിങ്ങളുടെ ഇമെയിൽ തരണം, ഇന്ന അക്കൗണ്ട് കൂടി ഉൾപ്പെടുത്തി തരണം, ഇങ്ങനെയുള്ള ഉപയോഗത്തിന് വേണ്ടിയിട്ടാണ് എന്തെങ്കിലുമൊക്കെ മെസ്സേജുകൾ അല്ലെ. അത് വരുമ്പോഴെന്താണ്, നമ്മൾക്ക് വലിയ അറിവില്ലാത്തവരാണെങ്കിൽ ആ മെസ്സേജിന്റെ അനുസരിച്ചിട്ട് ഇച്ചിരി കൂടി ഐഡന്റിറ്റി നിറഞ്ഞ പല മെസ്സേജുകളൊക്കെ ആയിരിക്കും. അപ്പൊ എന്താണ് ചില കാര്യങ്ങളെല്ലാം പാസ്വേഡും കാര്യങ്ങളൊക്കെ അക്കൗണ്ട്സിന്റെ ഡീറ്റെയിൽസ് ഒക്കെ വെളിപ്പെടുത്തി കൊടുക്കും. അങ്ങനെ എന്താണ് അവരൊരു ഫിഷിംഗ് എന്ന് പറയുന്നത് വല ഇട്ടിട്ട് മീൻ പിടിക്കുന്ന അവസ്ഥ. അപ്പൊ അവരിങ്ങനെ എന്താണ് ഇത്തരത്തിലുള്ള മെസ്സേജുകൾ ഇട്ടിട്ട് നമ്മളിൽ നിന്ന് ഇത്തരത്തിലുള്ള നമ്പറുകളും കാര്യങ്ങളെല്ലാം അത് അവർ ക്യാച്ച് ചെയ്യും. അതിനനുസരിച്ചിട്ട് അവർ ചൂഷണം ചെയ്തിട്ട് അല്ലെ നമ്മുടെ അക്കൗണ്ട്സ് ഇതായിട്ടുള്ള അക്കൗണ്ടും കാര്യങ്ങളൊക്കെ അതനുസരിച്ചിട്ട് തന്നെ അവരുടെ പണമൊക്കെ എന്താണ് ചൂഷണം ചെയ്തെടുക്കുന്ന ഒരു പ്രവർത്തനമാണ്. അപ്പൊ ഫിഷിംഗ് എന്ന് പറയുന്നത് നിങ്ങൾ ജസ്റ്റ് ഒന്ന് മനസ്സിലാക്കിയാൽ മതി. വലയിട്ട് മീൻ പിടിക്കുക എന്ന് ചെയ്യുമ്പോൾ എന്തെങ്കിലും ഒരു മെസ്സേജുകൾ അയച്ചിട്ട് അതിലൂടെ നമ്മൾ എന്താണ് മെസ്സേജുകളെല്ലാം പാസ് ഔട്ട് ചെയ്യും, നമ്മുടെ അക്കൗണ്ട്സ് ഡീറ്റെയിൽസ് ഒക്കെ കൊടുക്കും. അപ്പൊ ഫിഷിംഗ് ഇൻവോൾവ്സ് ഡിസിറ്റ്ഫുൾ അറ്റംപ്റ്റ്സ് ടു ഡിസീവ് യൂസേഴ്സ് ഇൻടു പ്രൊവൈഡിംഗ് സെൻസിറ്റീവ് ഇൻഫർമേഷൻ like the password, credit card details or personal data. Phishing attacks often take the form of deceptive email. അല്ലെ മനസ്സിലാൻ പറഞ്ഞ ഇമെയിൽ വഴിയായിരിക്കും, അല്ലെങ്കിൽ വെബ്സൈറ്റ് വഴിയായിരിക്കും, ഓർ മെസ്സേജ് വഴിയൊക്കെ ആയിരിക്കും അവര് നമ്മളെ അല്ലെ നമ്മുടെ മൊബൈലിലൂടെയോ കമ്പ്യൂട്ടർ സിസ്റ്റത്തിലൂടെയൊക്കെ സമീപിക്കും. Then a message that imitated legitimate entities. അതിന്റെ ഒരു പ്രത്യേകത എന്ന് വെച്ച് കഴിഞ്ഞാൽ എന്താണ്, നമുക്ക് നിയമപരമായിട്ട് നിങ്ങളുടെ ഈ ഡീറ്റെയിൽസ് എല്ലാം ഇങ്ങനെ പങ്കുവെക്കേണ്ടതാണ്, ഇങ്ങനെയുള്ള ഓർഡർ പ്രകാരമാണ് നിങ്ങൾ എടുത്തിരിക്കുന്ന ഇതനുസരിച്ചിട്ടാണ്, അങ്ങനെ ഒരു നിയമാനുസൃതമായിട്ടുള്ള ഒരു ഡീറ്റെയിൽ ആണെന്നുള്ള വ്യാജേനയാണ് നമ്മളിൽ നിന്ന് അക്കൗണ്ട്സും അല്ലെങ്കിൽ പാസ്വേഡുകളെല്ലാം അവര് ചോർത്തിയെടുക്കുന്നത്. ട്രിക്കിംഗ് യൂസേഴ്സ് ഇൻടു റിവീലിംഗ് ദെയർ ഇൻഫർമേഷൻസ്. അപ്പൊ അവരെന്താ ചെയ്യുക, നമ്മൾ ഉപയോക്താക്കൾ എന്ത് ചെയ്യും, അത് വിശ്വസ്തമായിട്ടുള്ള ഒരു കാര്യമാണെന്ന് വിചാരിച്ചിട്ട് നമ്മളുടേതായിട്ടുള്ള ഡീറ്റെയിൽസ് എല്ലാം അയച്ചു കൊടുക്കുകയാണ് ചെയ്യുന്നത്. ഇതാണ് ഫിഷിംഗിൽ പറയുന്നത്. ഇനി ഐഡന്റിറ്റി തെഫ്റ്റ്. എന്താണ് ഐഡന്റിറ്റി തെഫ്റ്റ് എന്ന് പറയുന്നത്? ഐഡന്റിറ്റി തെഫ്റ്റ് ഹാപ്പൻസ് വെൻ സംവൺ അക്വയർസ് ആൻഡ് യൂസസ് അനദർ പേഴ്സൺസ് പേഴ്സണൽ ഇൻഫോർമേഷൻസ്
such as a social security number, credit card details, or a login credentials without their permissions. അതായത് നമ്മള് സാധാരണ രീതിയിൽ അല്ലെ, സാധാരണ രീതിയിൽ നമുക്കറിയാമോ എല്ലാം വെളിപ്പെടുത്തി കൊടുക്കും. ആർക്കൊക്കെയാണത് നമ്മളുടെ ആവശ്യകരമായിട്ടുള്ള കാര്യങ്ങൾക്കൊക്കെ വേണ്ടിയിട്ടാണ് നമ്മൾ അത് പേഴ്സണൽ ആയിട്ട് ഓരോരുത്തർക്കും അല്ലെ ബാങ്കിൽ ചെന്ന് കഴിഞ്ഞാൽ നമുക്ക് ചിലപ്പോൾ ഡീറ്റെയിൽസും കാര്യങ്ങളൊക്കെ കൊടുത്തിട്ട് വേണം നമുക്കുടേതായ അക്കൗണ്ട്സും കാര്യങ്ങളൊക്കെ കൈകാര്യം ചെയ്യാൻ വേണ്ടിയിട്ട്. പക്ഷെ ഇതിന് പകരം എന്താണ്, തെഫ്റ്റ് ഹാപ്പൻ വെൻ സംവൺ അക്യൂസ്. കുറച്ച് പേര് എന്താണ് യൂസേഴ്സ് അനദർ പേഴ്സൺസ്, വേറെ ഏതെങ്കിലും പേഴ്സണൽ ആയിട്ടുള്ള ഇൻഫോർമേഷൻസ് എല്ലാം അത് നമ്മളിൽ നിന്ന് ചോർത്തിയെടുക്കുകയാണ് ചെയ്യുന്നത്. എന്താണ് അവര് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ എങ്ങനെയാണ് അത് കയറി പറ്റിയിട്ട് നമ്മൾ ബന്ധം സ്ഥാപിച്ചിട്ട് അവര് നമ്മളിൽ നിന്ന് കുറച്ച് നമ്മുടേതായിട്ടുള്ള ഡീറ്റെയിൽസ് പേഴ്സണൽ ആയിട്ടുള്ള ഒരു ഇൻഫോർമേഷൻസ് നമ്മൾ പകർന്നു കൊടുക്കുകയാണ്. അത് അവര് എന്താണ് ഇതേമാതിരി നിയമപരമായിട്ടുള്ള വ്യവസ്ഥ എന്നുള്ള രീതിയിലൊന്നല്ല, മെസ്സേജ് ഒന്നും അയച്ചു ഇമെയിൽ ചെയ്തിട്ടൊന്നല്ല, കുറച്ച് പേഴ്സൺസ് അല്ലാതെ തന്നെ അല്ലെ നമ്മൾ വ്യക്തിപരമായിട്ട് വിശ്വാസത്തിൽ എടുത്തിട്ട് അവർക്ക് ചോർത്തി കൊടുക്കുന്ന ഒരു രീതിയാണ് ഐഡന്റിറ്റി തെഫ്റ്റ് എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. അങ്ങനെ വരുമ്പോൾ എന്താണ് ഇവരെന്ത് ചെയ്യും, ക്രെഡിറ്റ് കാർഡ് ഡീറ്റെയിൽസും അല്ലെങ്കിൽ ക്രെഡൻഷ്യൽസ് എന്ന് പറയുന്നത് വിലപ്പെട്ട പേർപ്പസുകൾ, അതായത് അതിൻ്റെതായിട്ടുള്ള കമ്പനികളുടെയൊക്കെ ആണെങ്കിലും ഇപ്പൊ നമ്മുടെ ഇതൊക്കെയാണ് അല്ലെ ഷെയർ മാർക്കറ്റിങ്ങുകളൊക്കെ വരുമ്പോൾ അതുമായി ബന്ധപ്പെട്ട ഡീറ്റെയിൽസുകളെല്ലാം അവര് പകർന്നു കൊടുക്കും. എന്താണ് പെർമിഷൻ ഇല്ലാതെ തന്നെയായിരിക്കും ചിലപ്പോൾ ഒരു പക്ഷെ അവരിൽ നിന്ന് ചോദിച്ചിട്ട്. നമ്മൾ ആദ്യം ചിലപ്പോ വ്യക്തിപരമായിട്ടുള്ള ബന്ധം സ്ഥാപിക്കുമ്പോൾ ചെറുതായിട്ടായിരിക്കും എന്തെങ്കിലും ഇൻവോൾവ് അല്ലെ അവർ നേടിയെടുക്കുന്നത്. പക്ഷെ പിന്നെ അവരെന്താ ചെയ്യാം, അവരിൽ നിന്ന് നമ്മളുടെ പെർമിഷൻ ഇല്ലാതെ തന്നെ നമ്മുടെ ഡീറ്റെയിൽസ് അവര് ചോർന്നെടുക്കാൻ തുടങ്ങും. ദിസ് ക്യാൻ എൻഡ് ഇൻ ഫിനാൻഷ്യൽ ലോസ്. അതിന്റെ അവസാനം നമുക്ക് എന്താ മനസ്സിലാവുക, ഈ ഒരു നമ്മൾ കബളിപ്പിക്കപ്പെട്ടു, കാരണം നമുക്ക് ഫിനാൻഷ്യൽ ആയിട്ടുള്ള നഷ്ടം സംഭവിച്ചു. അൺഓതറൈസ്ഡ് എൻട്രി ടു അക്കൗണ്ടിലൊക്കെ എന്താണ് അധികം അല്ലെ കറക്റ്റ് ആയിട്ടുള്ള ആൾക്കാരല്ല കയറി പറ്റിയിരിക്കുന്നത്. എന്താണ് ഡാമേജ് ടു ഇൻഡിവിജ്വൽ റെപ്യൂട്ടേഷൻ, അവരുടെ വ്യക്തിപരമായിട്ടുള്ള പ്രശസ്തിക്കൊക്കെ ഭംഗം വരുത്തിയിട്ടുണ്ടെന്ന് അവർക്ക് മനസ്സിലാക്കാനായിട്ട് സാധിക്കും. അപ്പൊ ചില വ്യക്തികള് നമ്മളിൽ നിന്ന് കുറച്ച് പേഴ്സണൽ ഇൻഫോർമേഷൻസ് ചോദിച്ചറിഞ്ഞ് അപ്പൊ നമ്മൾ കുറച്ച് വെളിപ്പെടുത്തി കൊടുക്കും. പിന്നീട് അവരെന്താണ് പിന്നെ നമ്മളായിട്ട് അവരൊന്നും വ്യക്തിപരമായിട്ട് കാര്യങ്ങളൊന്നും ചോദിക്കില്ല. അവരറിയാതെ തന്നെ എല്ലാ കാര്യങ്ങളിലേക്കും കയറിപ്പറ്റി നമ്മുടേതായിട്ടുള്ള എല്ലാ കാര്യങ്ങളും നേടിയെടുക്കുകയാണ് ചെയ്യുന്നത്. അതിലെല്ലാം ഉൾപ്പെടും എന്താണ് നമ്മുടെ സോഷ്യൽ സെക്യൂരിറ്റി നമ്പേഴ്സും ക്രെഡിറ്റ് കാർഡ് ഡീറ്റെയിൽസും ലോഗിൻ ക്രെഡൻഷ്യൽസ് എന്ന് വെച്ച് കഴിഞ്ഞാൽ നല്ല വിലപ്പെട്ട പേപ്പേഴ്സിന്റെ കാര്യങ്ങൾ, അതിൻ്റെതായിട്ടുള്ള പ്രൂഫുകളും കാര്യങ്ങളും എല്ലാം തന്നെ അവര് വിത്തൗട്ട് പെർമിഷൻ ഇല്ലാതെ നേടിയെടുത്തിട്ട് അവസാനം നമുക്ക് മനസ്സിലാകും നമ്മൾ ഫിനാൻഷ്യലി അല്ലെ നമ്മുടെ സാമ്പത്തിക നഷ്ടത്തിൽ വന്നിട്ടുണ്ട്, നമ്മള് എന്തെങ്കിലും ഇതുകളെല്ലാം ഡാമേജസുകളെല്ലാം വന്നിട്ടുണ്ട്, നമ്മുടെ സൽപ്പേര് ഇപ്പൊ കമ്പനിയൊക്കെ ആകുമ്പോൾ അതിന്റെ സൽപ്പേരിനൊക്കെ ഭംഗം വരുത്തിയിട്ടുണ്ട്, അത് കമ്പനിയെ നഷ്ടത്തിലാക്കിയിട്ടുണ്ടെന്നൊക്കെ അവസാനമാണെന്ന് വ്യക്തിപരമായിട്ട് മനസ്സിലാക്കാനായിട്ട് സാധിക്കുക. ദെൻ ഡാറ്റ ബ്രീച്ചസ്, ഇതേമാതിരി ഒരു ചൂഷണങ്ങൾ അല്ലെ എങ്ങനെയാണ് ചൂഷണം ചെയ്യുന്നത്, പലതരത്തിൽ ചൂഷണം ചെയ്യാമെന്ന് മാത്രമാണ് ഇവിടെ പറയുന്നത്. ഫിഷിംഗ് മെസ്സേജുകൾ അയച്ച് ചൂഷണം ചെയ്യാം, വ്യക്തിപരമായിട്ട് കയറി പറ്റിയിട്ട് ചൂഷണം ചെയ്യാം, ഏത് രീതിയിൽ ചൂഷണം ചെയ്യാറും ഇതെല്ലാം എന്താണ് ഒരു തരത്തിലുള്ള വഞ്ചനകളാണ് എന്നുള്ളതാണ് പറയുന്നത്. ഇനി ഡാറ്റ ബീച്ചസ് എന്ന് പറയുന്നത് ഒരു തരത്തിൽ അല്ലെ നമ്മുടെ അക്കൗണ്ട്സുകൾ ഡാറ്റകളെല്ലാം ലംഘിക്കപ്പെടുത്തുന്ന ഒരു പ്രവർത്തനമാണ്. ബീച്ചസ് എന്ന് പറയുമ്പോൾ ലംഘനം എന്നാണ് അർത്ഥം. ഡാറ്റ ബ്രീച്ചസ് ഇൻക്ലൂഡ് അൺഓതറൈസ്ഡ് എൻട്രി ടു സെൻസിറ്റീവ് ഇൻഫോർമേഷൻ ലൈക്ക് പേഴ്സണൽ റെക്കോർഡ്സ്, ഫിനാൻഷ്യൽ ഡാറ്റ ഓർ intellectual property, normally through hacking or exploiting vulnerabilities in a system or networks. അതായത് നമ്മളുടെ സ്വമേധയ അല്ലാതെ തന്നെ അല്ലെ നമ്മുടെ ഇതുകളല്ലാതെ തന്നെ നമ്മുടെ പരാധീനതകളും ഇതുകളൊക്കെ എന്തെങ്കിലും ശരിക്കും പറഞ്ഞ ഹാക്കേഴ്സ് വന്നിട്ട് നമ്മളുടെ ബലഹീനമായ എന്തെങ്കിലും കമ്പ്യൂട്ടറിന്റെ സിസ്റ്റത്തിൻ്റെതായിട്ടുള്ള എന്തെങ്കിലും ഡാമേജസ് ഒക്കെ സംഭവിക്കാന്ന് വെച്ചു, ആ ഒരു ഡാമേജസിൽ കൂടെ അവര് വന്നിട്ട് കുറെ കാര്യങ്ങളൊക്കെ ചോർത്തിയിട്ടുണ്ട് അല്ലെ. അപ്പൊ നമ്മള് ആരെ വിശ്വസിക്കണമെന്ന് ഇന്നത്തെ കാലത്ത് നമുക്ക് പറയാൻ പറ്റില്ല. ഒരുപക്ഷെ പേഴ്സൺസ് വന്ന് കാര്യങ്ങൾ ചെയ്തു പോകാം, അതല്ലെങ്കിൽ അവർ മെസ്സേജുകൾ വഴി നമുക്ക് ഇതൊക്കെ പോകാം, അതല്ലെങ്കിൽ എന്താണ് കേടുപാടുകളെല്ലാം ഹാക്ക് ചെയ്തതിന് ശേഷം അതിൽ നിന്നും വിലപ്പെട്ട ഡീറ്റെയിൽസുകളും കാര്യങ്ങളെല്ലാം അവർക്ക് കുറച്ച് മെസ്സേജുകൾ ഇതിപ്പോ എന്തെങ്കിലും കേടുപാടുകളൊക്കെ പരിഹരിക്കണമെങ്കിൽ നമ്മൾ എന്താണ് കുറച്ച് കാര്യങ്ങളെല്ലാം ഇവരോട് ഇൻഫോം ചെയ്ത് കൊടുക്കേണ്ടതൊക്കെ ആയിരിക്കും. ആ ഇൻഫോർമേഷനിൽ നിന്നും അവർ ചൂഷണം ചെയ്ത് നമ്മുടെ അക്കൗണ്ട്സിൽ നമുക്കിപ്പോ വലിയ സ്ഥാപനങ്ങളൊക്കെ ആണെങ്കിൽ അവരുടെ പ്രൈവസി ആയിട്ടുള്ള കാര്യങ്ങളുമായി ബന്ധപ്പെട്ട ഫിനാൻഷ്യൽ ഡാറ്റാസും പേഴ്സണൽ റെക്കോർഡ്സുകളും എന്താണ്
ഇന്റലക്ച്വൽ ആയിട്ട് എന്ന് വെച്ച് കഴിഞ്ഞാൽ ബുദ്ധിപൂർവ്വം പ്രവർത്തിച്ചിരിക്കുന്ന കുറെ ഇതുകൾ ഉണ്ടാവും. അത്തരത്തിലുള്ള കാര്യങ്ങളെല്ലാം അവർ ഹാക്ക് ചെയ്തെടുക്കും. Then databases may end in a lot of financial. അതിന്റെയും അവസാനം എന്താ തന്നെയാ? അവസാനം നമുക്ക് മനസ്സിലാവും ഫിനാൻഷ്യലി ലോസ് സംഭവിച്ചിട്ടുണ്ട്, റെപ്യൂട്ടേഷൻ എന്തോ അല്ലെ ആ സ്ഥാപനത്തിന് കളങ്കം സംഭവിച്ചിട്ടുണ്ട്. അത് പ്രൈവസി, അവരുടെ ആ ഒരു പ്രൈവസിക്ക് സ്വകാര്യതയ്ക്കൊക്കെ എന്താണ് ലംഘനം സംഭവിച്ചിട്ടുണ്ടെന്ന് ലാസ്റ്റ് ഫൈനലി ആണ് തിരിച്ചറിയാനായിട്ട് സാധിക്കുന്നത്. അതേമാതിരി തന്നെ മറ്റൊരു കാര്യമുള്ളത് മാൻ ഇൻ ദ മിഡിൽ. അതായത് മിഡിൽ എന്ന് കേൾക്കുമ്പോൾ തന്നെ അല്ലെ നടുക്ക് ഒരു വ്യക്തിത്വം, അത് വന്നു വരുമ്പോഴും ഇങ്ങനെ ഒരു സംഭവം ഉണ്ട്. അതായത് MITM അറ്റാക്സ് ഇൻക്ലൂഡ്സ് ഇന്റർസെപ്റ്റിംഗ് ആൻഡ് ചേഞ്ചിങ് കമ്മ്യൂണിക്കേഷൻ ബിറ്റ്വീൻ ടു പാർട്ടീസ് വിത്ത് ഔട്ട് ദെയർ നോളജ്. അതായത് നമ്മളിപ്പോ പേഴ്സണലി ഭയങ്കര വ്യക്തിപരമായിട്ട് ചിലപ്പോ അല്ലെ നമ്മുടെ വീട്ടില് അല്ലെങ്കിൽ ഓഫീസുമായി ബന്ധപ്പെട്ട് അല്ലെങ്കിൽ ഓർഗനൈസേഷന്റെ പ്രധാനപ്പെട്ട വ്യക്തികൾ തമ്മിലൊക്കെ സംഭാഷണങ്ങൾ നടത്തുമ്പോൾ അവർക്ക് കുറെ കാര്യങ്ങളൊക്കെ കൈമാറ്റം ചെയ്യേണ്ടതുണ്ട്. അപ്പൊ അവരുടെ പേഴ്സണൽ കമ്മ്യൂണിക്കേഷന്റെ ഇടയ്ക്ക് ആരും അറിയാതെ തന്നെ അറ്റാക്ക് ചെയ്തിട്ട് എന്താണ് അവരുടെ ഡീറ്റെയിൽസ് എല്ലാം ആരും അറിയാതെ തന്നെ അവർ നേടിയെടുത്തിട്ട് ചൂഷണം ചെയ്യുന്നത്. അതാണ് മാൻ ഇൻ ദ മിഡിൽ എന്ന് പറയുന്നത്. മാൻ ഇൻ ദ മിഡിൽ എന്ന് പറയുമ്പോൾ അറ്റാക്സ് ഇൻക്ലൂഡഡ് ഇന്റർസെപ്റ്റിംഗ് ആൻഡ് ചേഞ്ചിങ് കമ്മ്യൂണിക്കേഷൻ ബിറ്റ്വീൻ ടു പാർട്ടീസ് വിത്തൗട്ട് ദെയർ നോളജ്. അവരുടെ അറിവോട് കൂടെ അല്ലാതെ തന്നെ തടസ്സപ്പെട്ട അല്ലെ അവരുടെ അറിവ് കൂടാതെ അല്ലാതെ തന്നെ അവരുടെ ഇടയിൽ നിന്ന് പ്രവർത്തിച്ചിട്ട് അവരുടെ കമ്മ്യൂണിക്കേഷൻ വഴി ഒരു ആശയവിനിമയം വഴി കുറച്ച് കാര്യങ്ങളെല്ലാം അവര് നേടിയെടുത്തിട്ട് അറ്റാക്ക് ചെയ്യുന്നു. Attacks can over-meter, modify or inject spiteful content into the communication, potentially compromising sensitive information or handling the exchange. അപ്പൊ അവരുടെ ആ ഒരു എക്സ്ചേഞ്ച് കാര്യങ്ങളൊക്കെ ഹാൻഡിൽ ചെയ്യുന്നതനുസരിച്ചിട്ട് ഇൻഫോർമേഷൻസ് കളക്ട് ചെയ്തിട്ടും ഇവര് അതിലേക്ക് കീഴിപ്പറ്റി വലിയ വലിയ കമ്പനികൾ ഫേമുകളൊക്കെ ആവുമ്പോൾ അതിലൂടെ അവര് എന്താണ് ഹാക്ക് ചെയ്ത് ചൂഷണം ചെയ്തെടുത്ത് ഫിനാൻഷ്യലി ആയിട്ടുള്ള കാര്യങ്ങളിൽ ഡീറ്റെയിൽസ് എല്ലാം നേടിയെടുത്തിട്ട് എന്താണ് അവരുടെ ഫിനാൻഷ്യലി എന്തെങ്കിലും പ്രോബ്ലംസ് ഒക്കെ വരുത്തിക്കൊണ്ടിരിക്കുന്നതാണ് മാൻ ഇൻ ദ മിഡിൽ എന്ന് പറയുന്നത്. ഈ പാസ്വേഡ് അറ്റാക്സ്, പാസ്വേഡ് അറ്റാക്സിൽ എന്താ പറയുന്നത്? ഇതേമാതിരി തന്നെ അല്ലെ എല്ലാത്തിനും നമ്മൾ മനസ്സിലാക്കണം. പാസ്വേഡ് എന്ന് പറയുമ്പോൾ പാസ്വേഡുകൾ ഇതല്ലേ, മിഡിൽ എന്ന് പറയുമ്പോൾ കമ്മ്യൂണിക്കേഷന്റെ ഇടയ്ക്കുണ്ട്. ഡാറ്റാബേസ് എന്ന് പറയുമ്പോൾ അതനുസരിച്ചിട്ട് എന്തെങ്കിലും കൈകാര്യം ചെയ്യുന്നതിനനുസരിച്ചിട്ട് ഐഡന്റിറ്റി തെറ്റ് ഓരോന്നും നിങ്ങളെ വ്യക്തിപരമായിട്ട് മനസ്സിലാക്കി വെക്കുക. ഇങ്ങനെ കുറെ ഇമ്പോർട്ടൻസ് വെബ് ബ്രൗസേഴ്സും അത് ഇമ്പോർട്ടൻസ് ഉള്ള മാതിരി തന്നെ കമ്പനികളും വലിയ വലിയ ഫോമുകളും കുറെ കാര്യങ്ങളിലൊക്കെ തലപ്പത്ത് നമ്മൾ ജോലി സാധ്യതകളൊക്കെ വരുമ്പോൾ വളരെ ശ്രദ്ധാപൂർവമായിരിക്കണം നമ്മൾ ഇത്തരത്തിലുള്ള ഡീറ്റെയിൽസ് ഒക്കെ മറ്റുള്ളവരൊക്കെ ആയിട്ട് പങ്കുവെക്കാനായിട്ട്. പക്ഷെ നോർമലി നമുക്കറിയാം ചില കാര്യങ്ങൾ ഇപ്പൊ എന്തിനും എന്താണ് നമ്മളിപ്പോ ഒരു ഇൻ കേസ് PSCക്ക് വരെ നമുക്കറിയാം യൂസർ ID പാസ്വേഡും വഴി ആണ് നമ്മളെല്ലാം കയറിപ്പെട്ടത് എന്ന് പറഞ്ഞ മാതിരി എല്ലാ കാര്യത്തിലും അതിൻ്റെതായിട്ടുള്ള പാസ്വേഡ് കാര്യങ്ങളൊക്കെ ഉണ്ടാവും. അപ്പൊ ഇവിടെ പാസ്വേഡ് അറ്റാക്സിൽ എന്താ പറയുന്നത്? പാസ്വേഡ് അറ്റാക്സ് aim to attain unauthorized entry to accounts by cracking or bypassing password security. ഈ പാസ്വേഡിനെ നമ്മൾ അൺഓതറൈസ്ഡ് ആയിട്ട് കയറി പറ്റുന്നതാണ്. കോമൺ ടെക്നിക്സ് കൺസിസ്റ്റ് ഓഫ് brute force attacks, dictionary attacks, and credential stuffing, where the attackers use stolen or leaked password from other sources for attain unauthorized access. അതായത് നമ്മൾ എന്തെങ്കിലും അല്ലെ ഫോമിലേക്കൊക്കെ നമ്മൾ കയറി പറ്റിയിട്ട് യോജിച്ച യൂസറൊക്കെ അതനുസരിച്ചിട്ട് തന്നെ ആന്തരികമായിട്ട് തന്നെയാണ് നമ്മൾ ഇതിലേക്ക് പാസ്വേഡ് കാര്യങ്ങളൊക്കെ നമ്മൾ അടിച്ചു കൊടുക്കും അല്ലെ. അപ്പൊ അത് കോമൺ ആയിട്ടുള്ള ഒരു ടെക്നിക്കാണ് അതിലേക്ക് കയറി പറ്റുക എന്നുള്ളത്. അത് കയറിപ്പറ്റിയതിനു ശേഷം അവരെന്താ ചെയ്യുന്നത്? പൊതുവെ ക്രൂരമായിട്ട് തന്നെ അതിലേക്ക് കുറെ കാര്യങ്ങളൊക്കെ ഉൾപ്പെടുത്തുന്നതാണ് അതിൽ പറയുന്നത് ബ്രൂട്ട് ഫോഴ്സ് അറ്റാക്സ് എന്ന് പറയുന്നത്. അതായത് ചില ആശയങ്ങളെല്ലാം ഇപ്പൊ പാസ്വേഡ് അടിച്ചിട്ട് നമ്മളുടേതായ കുറെ ഡീറ്റെയിൽസും കാര്യങ്ങളൊക്കെ അവരങ്ങനെ അടിച്ചു കൊടുക്കും. അപ്പൊ അങ്ങനെ എന്താണ് അവർക്ക് അവരുടെ ആ കമ്പനിയെ സംബന്ധിച്ച് സൽപ്പേരൊക്കെ നഷ്ടപ്പെടാനുള്ള സാധ്യതയുണ്ട് അല്ലെ. നമുക്ക് കിട്ടുന്ന ആശയങ്ങളെല്ലാം ഈ പാസ്വേഡ് വഴി പങ്കുവെക്കുമ്പോൾ അതുമായി ബന്ധപ്പെട്ട കാര്യങ്ങളൊക്കെ ഉണ്ട്. അതോടൊപ്പം തന്നെ എന്താണ് ഈ പാസ്വേഡ് ഇതിന്റെ ഒരു പ്രത്യേകത അൺഓതറൈസ്ഡ് ആയിട്ടുള്ള കാര്യങ്ങൾ നമ്മൾ അംഗീകാരം ഇല്ലാത്ത ഒരു പ്രവർത്തനത്തിലൂടെയാണ് ഇത് പാസ്വേഡ് ലീക്ക് ഔട്ട് ആകുന്നത്. അതിനനുസരിച്ചിട്ടാണ് ഇവര് അതിലേക്ക് കയറി പറ്റുന്നത്. അതിനുശേഷമാണ് ഇവർ അറ്റാക്ക് ചെയ്തു തുടങ്ങുന്നത്. അപ്പോൾ ചിലപ്പോഴെന്താണ് ഈ പാസ്വേഡ് കാര്യങ്ങളൊക്കെ ഉപയോഗിച്ചിട്ട് കാര്യങ്ങളെല്ലാം നേടിയെടുക്കാനായിട്ട് സാധിക്കും. അതോടൊപ്പം തന്നെ ഇവർക്കും എന്തെങ്കിലും മെസ്സേജ് മറ്റവർക്ക് എന്തെങ്കിലുമൊക്കെ മെസ്സേജുകൾ പാസ് ചെയ്യാനായിട്ട് ക്രൂരമായിട്ട് എന്തെങ്കിലുമൊക്കെ മെസ്സേജുകളൊക്കെ പാസ് ചെയ്യാനായിട്ടൊക്കെ സാധിക്കും. ഇൻസൈഡർ ത്രഫ്റ്റ് അതിലെന്താ പറയുന്നത്? ഇൻസൈഡർ ത്രഫ്റ്റിൽ പറയുന്നത്
പാസ്വേഡ് അറ്റാക്സിൽ നമ്മൾ വഞ്ചനാപരമായ രീതിയിലാണ് അറ്റാക്ക് ചെയ്യുന്നതെന്ന് പറഞ്ഞു. ഇൻസൈഡർ ത്രെറ്റ്സ് മീൻസ് റിസ്ക് പോസ്ഡ് ബൈ ഇൻഡിവിജ്വൽസ് വിത്തിൻ ആൻ ഓർഗനൈസേഷൻ ഹു ഹാവ് authorized entry into system or a sensitive data. These threats can rise from a spiteful intent, negligence, or unthinking action that compromises security. കോംപ്രമൈസ് സെക്യൂരിറ്റി എന്ന് പറയുമ്പോൾ നമ്മളുടെ ഒരു ഇതല്ലേ, നമ്മുടെ സുരക്ഷയിൽ വിചാരിക്കുന്ന ഒരു കാര്യമല്ല അവിടെ സംഭവിക്കുന്നത്. അവര് ഉള്ളിൽ തന്നെ ആളുകൾ തന്നെയായിരിക്കും അതിന്റെ കാര്യങ്ങൾ ചെയ്യുന്നത്. ഇൻസൈഡർ ത്രെറ്റ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഏത് കമ്പനിയാണോ ഏത് ഓർഗനൈസേഷൻ ആണോ അതിന്റെ ഉള്ളിൽ തന്നെ പ്രവർത്തിക്കുന്ന ആളുകൾ തന്നെയായിരിക്കും അത് കൈകാര്യം ചെയ്യുന്നത്. പിന്നെ അവരെന്താ ചെയ്യുന്നത്, ഉള്ളിൽ തന്നെയുള്ള ആളുകളൊക്കെ ആകുമ്പോഴെന്താണ് അവര് അവരുടെ അശ്രദ്ധ കൊണ്ടോ അല്ലെങ്കിൽ എന്തെങ്കിലും വെറുപ്പുളവാക്കുന്ന, അതാണ് ഇവിടെ പ്രധാനമായിട്ടും പറയുന്ന കാര്യം. നെഗ്ലിജൻസ് എന്ന് പറയുമ്പോൾ അശ്രദ്ധ, അല്ലെങ്കിൽ സ്പൈറ്റ്ഫുൾ ഇന്റന്റ് എന്ന് പറയുമ്പോൾ വെറുപ്പുളവാക്കുന്ന മാറ്റേഴ്സ്, അല്ലെങ്കിൽ ചിന്തിക്കാത്ത കുറെ ആക്ഷൻസ്, പ്രവർത്തനങ്ങളെല്ലാം ഇവര് എന്താണ് അതിലേക്ക് കാഴ്ചവെക്കുകയാണ് ചെയ്യുന്നത്. അപ്പൊ ഇൻസൈഡർ ത്രെറ്റ്സ് മീൻസ് റിസ്ക് ക്രോസ്ഡ് ബൈ ഇൻഡിവിജ്വൽസ് വിതിൻ ആൻ ഓർഗനൈസേഷൻ ഹു ഹാവ് ഓതറൈസ്ഡ് എൻട്രി. അത് ഓതറൈസ്ഡ് ആയിട്ടാണ് കയറുന്നത് അല്ലെ, നിയമപരമായിട്ട് അവർക്ക് അറിയാവുന്ന പേഴ്സൺ തന്നെയാണ് അതിൽ കയറി പറ്റുന്നത്. ഓർ സെൻസിറ്റീവ് ഡാറ്റ. ദീസ് ത്രെറ്റ്സ് ക്യാൻ റൈസ് ഫ്രം സ്പൈറ്റ്ഫുൾ ഇന്റന്റ്, അതായത് വെറുപ്പുളവാക്കുന്ന എന്തെങ്കിലും കാര്യങ്ങൾ ഉൾപ്പെടുത്താം. ദെൻ നെഗ്ലിജൻസ്, അവരുടെ അശ്രദ്ധ മൂലം എന്തെങ്കിലും കാര്യങ്ങളൊക്കെ കൈകാര്യം ചെയ്യാം. ദെൻ അൺതിങ്കിങ്, ചിന്താശൂന്യമായിട്ടുള്ള എന്തെങ്കിലും പ്രവർത്തനങ്ങളെല്ലാം അതിലൂടെ നടത്താനായിട്ടൊക്കെ സാധിക്കുമെന്നുള്ളത്. അതായത് ഓതറൈസ്ഡ് ആയിട്ടുള്ള പേഴ്സൺസ് തന്നെയായിരിക്കും, അത് അവർ അംഗീകാരമായിട്ട് ഉള്ളവർ തന്നെയായിരിക്കും. പക്ഷെ അതിന്റെ ഉള്ളിൽ കയറിയിട്ട് അവർ അലക്ഷ്യമായിട്ടാണ് അത് യൂസ് ചെയ്യണമെങ്കിൽ അതും വഴിയും എന്താണ് ഇത്തരത്തിലുള്ള ഹാക്കേഴ്സിന് അനുകൂലമായിട്ടുള്ള രീതിയായിരിക്കും അവർ കൈകാര്യം ചെയ്യുന്നത്. അപ്പൊ ഇൻസൈഡർ ത്രെറ്റ്സിൽ വരുന്ന ഒരു പോയിന്റ് ആണ്. അൺസെക്യൂർഡ് വൈഫൈ നെറ്റ്വർക്ക്സ്, അതായത് യൂസിങ് അൺസെക്യൂർഡ് or public Wi-Fi networks can reveal users to risk like data interception, unauthorized entry, and man in the middle attacks. Attackers can snatch network traffic and capture sensitive information passed through this network. അതായത് ഇതില് വൈഫൈ നെറ്റ്വർക്ക് എന്നൊക്കെ പറയുമ്പോൾ നമുക്കറിയാലോ, ഒരു ട്രാക്ക് ഉണ്ട് അല്ലെ, ആ ട്രാക്കിന്റെ ഉള്ളിലും കയറിയിട്ടും ഇവർക്ക് പ്രവർത്തനങ്ങൾ, ഈ ഹാക്കേഴ്സിന്റെ പ്രവർത്തനങ്ങൾ കാഴ്ചവെക്കാനായിട്ട് സാധിക്കും എന്നുള്ളതാണ്. അപ്പൊ വന്ന വഴിയിൽ ഇപ്പൊ എനിക്ക് നമ്മൾ പറഞ്ഞു രണ്ടുപേരുടെ കമ്മ്യൂണിക്കേഷന്റെ ഇടയ്ക്ക് നിന്ന് കൈകാര്യം ചെയ്യാമെന്ന് പറഞ്ഞു. അതല്ലെങ്കിൽ അൺഓതറൈസ്ഡ് ആയിട്ടുള്ള വ്യക്തികൾക്ക് അതിൽ കയറി പറ്റാൻ സാധിക്കും എന്ന് പറഞ്ഞു. അതേമാതിരി തന്നെ ഇതിന്റെ ട്രാക്കിന്റെ ഇടയിൽ നിന്നിട്ട് ആ ഒരു പ്രവർത്തനം അവർക്ക് ചിലപ്പോൾ നെറ്റ്വർക്കിന്റെ ഇടയിൽ നിന്നുകൊണ്ട് വരുമ്പോൾ അവരുടെ കമ്പനിയിലേക്ക് പോകുന്ന നെറ്റ്വർക്കിൽ ഇഷ്യൂസ് ഒക്കെ പ്രോബ്ലംസ് ഒക്കെ വരാനായിട്ടുള്ള സാധ്യതയുണ്ട്. യൂസിങ് അൺസെക്യൂർഡ് ഓർ പബ്ലിക് വൈഫൈ നെറ്റ്വർക്ക്സ് ക്യാൻ റിവീൽ എന്ന് പറഞ്ഞാൽ അവരുടെ വിശ്വസ്തമായിട്ടുള്ള കാര്യങ്ങൾ അല്ലെ, അത് വെളിപ്പെടുത്താനായിട്ട് യൂസേഴ്സ് റിസ്ക് ലൈക്ക് ഡാറ്റ ഇന്റർസെപ്ഷന്, തന്നെ അതിന്റെ അവരുടെ ഡാറ്റകളുടെ പ്രവർത്തനങ്ങളൊക്കെ തടസ്സപ്പെടുത്തുകയാണ് ട്രാക്ക് വേദിക്കുമ്പോൾ. നല്ലൊരു വൈഫൈ കണക്ഷനും നെറ്റ് സൗകര്യങ്ങളും ഇല്ല എങ്കിൽ എന്താണ് കമ്പനിക്ക് മൂവ് ചെയ്യാനായിട്ട് സാധിക്കില്ല. അപ്പൊ ആ ട്രാക്കിന്റെ ഇടയിൽ പണിയെടുക്കാനായിട്ടും എന്താണ് ഹാക്കേഴ്സ് ശ്രമിക്കുമെന്നുള്ളത് അത്രയും മനസ്സിലാക്കിയാൽ മതി. അതായത് ഒരു നല്ല സൗകര്യം ഇല്ലെങ്കിൽ നമുക്കിപ്പോ നിങ്ങൾക്ക് ക്ലാസ് ചെയ്യാനൊക്കെ എടുക്കാനായിട്ട് നമുക്ക് നല്ല കൃത്യമായിട്ടുള്ള ഒരു കണക്ഷൻ വേണം അല്ലെ, അത് അതിനിടയ്ക്ക് ബ്രേക്ക് ചെയ്തുകൊണ്ട് ആരെങ്കിലും പ്രവർത്തിച്ച് കഴിഞ്ഞാൽ നിങ്ങൾക്ക് എത്തൂല. അപ്പൊ ഞങ്ങൾക്ക് ഇങ്ങനെ ക്ലാസ് നിങ്ങൾക്ക് പ്രൊവൈഡ് ചെയ്യാനായിട്ട് സാധിക്കില്ല. അപ്പൊ അത്തരത്തില് ചീറ്റ് ചെയ്യുന്ന സംഭവങ്ങൾ ഉണ്ടാകാം എന്നുള്ളത്. അതാണ് ആ ഒരു രീതിയിൽ നിന്ന് മനസ്സിലാക്കേണ്ടത്. അൺസെക്യൂർഡ് വൈഫൈ നെറ്റ്വർക്ക് യൂസിങ് അൺസെക്യൂർഡ് ഓർ പബ്ലിക് വൈഫൈ നെറ്റ്വർക്ക്സ് can reveal users to risk like data interception, unauthorized entry, അവർ അൺഓതറൈസ്ഡ് ആയിട്ടുള്ള കയറി പറ്റുക, ആൻഡ് മാൻ ഇൻ ദ മിഡിൽ അറ്റാക്ക്, അവരെ ഇവിടെ കമ്മ്യൂണിക്കേഷന്റെ ബേസിൽ കയറി പറ്റി അറ്റാക്ക് ചെയ്യുന്നതായിരിക്കാം. Attackers can snatch network traffic and capture sensitive information passed through this network. In case അങ്ങനെ കയറിയിട്ട് ഇത്തരത്തിലുള്ള ഇൻഫോർമേഷൻസ് പാസ് ചെയ്ത് അതിനെ മോശം വരുത്താൻ ഒരു കമ്പനിയെ സംബന്ധിച്ചൊക്കെ എന്താണ് ഫിനാൻഷ്യലി മാത്രമല്ല നഷ്ടം സംഭവിക്കുന്നത്, അത് ഡൗൺ ചെയ്ത് പോകണമെങ്കിൽ എന്താണ് മറ്റു മാറ്റേഴ്സും കൂടി സംഭവിക്കും അല്ലെ. അപ്പൊ അറ്റാക്കേഴ്സിന് ഏത് രീതിയും ഫോളോ ചെയ്യാം, അല്ലെങ്കിൽ തെറ്റായ പ്രചരണം നടത്തി അല്ലെങ്കിൽ കൃത്യമായിട്ടുള്ള പ്രവർത്തനം നടത്താനായിട്ടുള്ള സാഹചര്യം ഒരുക്കാതെ ഇരുത്തി അങ്ങനെ ആ കമ്പനീനെ ഡൗൺ ആക്കാൻ ഏത് രീതിയിലും ഇങ്ങനെയുള്ള ഹാക്കേഴ്സിനെ കൊണ്ട് സാധിക്കും എന്നുള്ളതാണ് മനസ്സിലാക്കുക. ഫിനാൻഷ്യലി ഉള്ള മാറ്റേഴ്സ് മാത്രമല്ല, ഫിനാൻഷ്യലി ഉള്ളപ്പോൾ നമുക്കറിയാം അതിൻ്റെതായിട്ടുള്ള അക്കൗണ്ട്സും കാര്യങ്ങളും ഡീറ്റെയിൽസുകളും അവർക്ക് വെളിപ്പെടുത്തി കൊടുക്കുകയാണ് ചെയ്യുന്നത്.
അതെങ്ങനെയെങ്കിലും അറിയാതെ ചൂഷണം ചെയ്തിട്ട് അല്ലെ, ചിലപ്പോഴൊക്കെ അവരറിയാതെ എന്തെങ്കിലും കാര്യങ്ങളൊക്കെ കൈകാര്യം ചെയ്യുന്നതിന്റെ പേരിൽ നമുക്കറിയാം നമ്മുടെ വീടുകളിൽ തന്നെ നമ്മള് എന്താണ് എന്തെങ്കിലും കാര്യങ്ങളൊക്കെ ഒരു വീട്ടിൽ തന്നെ എന്തെങ്കിലും പണികൾക്ക് നമ്മൾ വ്യക്തികളെ നിർത്തി കഴിഞ്ഞാൽ അവർ ചിലപ്പോണെങ്കിൽ വീടുകളിലെ പേഴ്സൺസിനൊക്കെ എന്താണ് കൊലപ്പെടുത്തിയിട്ട് തന്നെ ചൂഷണം ചെയ്തുകൊണ്ട് പോകാറുണ്ട്. എന്ന് പറഞ്ഞ മാതിരി ഹാക്കേഴ്സിന് എന്തും അവർക്ക് അറിയാവുന്ന ഒരു പോയിന്റ് എഴുതി വെച്ചിട്ട് അവര് ആ പ്രവർത്തനങ്ങളുടെ കാര്യങ്ങളിലേക്കൊക്കെ ഇടനിലക്കാരനായിട്ട് പ്രവർത്തിച്ച് ചൂഷണം ചെയ്യുന്ന ഒരു പ്രവർത്തനമാണ്. അത് വ്യത്യസ്ത രീതിയിലാവാം എന്നുള്ളതാണ് ഇതിൽ പ്രധാനമായിട്ടും മനസ്സിലാക്കി വെക്കേണ്ടത്. പിന്നെ ലാസ്റ്റില് നമ്മൾ പറയുന്നുണ്ട് എന്താണ്, to mitigate online security threats, it is necessary to adopt security best practice like using strong and unique password, frequently updating software and applications, enable two-factor authentication, being cautious of doubtful emails or links, and keeping awareness of current security threats. അതായത് നമ്മളെപ്പോഴും ഇപ്പൊ ഞാൻ പറഞ്ഞില്ലേ ഫോണിൽ മെസ്സേജ് വരുന്നത് മാതിരി തന്നെയുള്ള കാര്യങ്ങളാണ് ഇവിടെ പറയുന്നത്. നിങ്ങൾ എല്ലാ കാര്യങ്ങളിലും ഇതല്ലേ കറക്റ്റ് ആയിട്ടുള്ള അവർക്ക് മാത്രം വെളിപ്പെടുത്താൻ കൊടുക്കാൻ പാടുള്ളൂ. പാസ്വേഡ് ഒന്നും ആർക്കും വെളിപ്പെടുത്തി കൊടുക്കാനൊന്നും പാടില്ല. അതോടൊപ്പം തന്നെ അപ്ഡേഷൻ നടത്തിക്കൊണ്ടിരിക്കണം, ഫ്രീക്വന്റ്ലി ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ അപ്ഡേഷൻ നടത്തിക്കൊണ്ടിരിക്കണം. അപ്പൊ എന്താണ് ഇത്തരത്തിലുള്ള സോഫ്റ്റ്വെയർ ഉണ്ട്, ആപ്ലിക്കേഷൻസ് ഉണ്ടോ എന്ന് നമുക്ക് കണ്ടെത്താനായിട്ട് സാധിക്കുമെന്നുള്ളത്. പിന്നെ എന്താണ് വീണ്ടും പറയുന്നുണ്ട്, എപ്പോഴും അല്ലെ ശ്രദ്ധ കേന്ദ്രീകരിക്കേണ്ട ഡൗട്ട്ഫുൾ ആയിട്ടുള്ള ഇമെയിലും ലിങ്ക്സുകളൊക്കെ ഉണ്ടെങ്കിൽ അതിലൊന്നും കയറി പറ്റാതിരിക്കാനായിട്ട് ശ്രമിക്കണം. ആൻഡ് കീപ്പിംഗ് അവയർനെസ് ഓഫ് കറന്റ് സെക്യൂരിറ്റി ത്രെറ്റ്സ്. ഇപ്പൊ നിലവിലുള്ള ഇതുകളെല്ലാം വഞ്ചനാപരമായിട്ടുള്ള ത്രെറ്റുകൾ എന്താണെന്നുള്ളത് മനസ്സിലാക്കി വെച്ചിരിക്കണം. എംപ്ലോയി ഡിപ്പെൻഡബിൾ സെക്യൂരിറ്റി സോഫ്റ്റ്വെയർ, ഫ്രീക്വന്റ്ലി ബാക്കിംഗ് അപ്പ് ഡാറ്റ ആൻഡ് കീപ്പിംഗ് ഇൻഫോംഡ് about the latest security practices can also help safeguard against online security threats. അതായത് നമ്മൾ ഇടയ്ക്കിടയ്ക്ക് ഇതേമാതിരി ഫ്രീക്വന്റ്ലി ആയിട്ട് എന്താണ് ഇടയ്ക്കിടയ്ക്ക് ബാക്കപ്പ് ചെയ്യണം, അപ്ഡേറ്റ് ചെയ്യണം. തന്നെ കീപ്പിംഗ് ഇൻഫോംഡ് അബൌട്ട് ലേറ്റസ്റ്റ് സെക്യൂരിറ്റി പ്രാക്ടീസ്, ലേറ്റസ്റ്റ് ആയിട്ടുള്ള കാര്യങ്ങൾ നല്ല രീതിയിലുള്ള കാര്യങ്ങൾ സേഫ് ആയിട്ട് നമ്മൾ എങ്ങനെയാണ് കൈകാര്യം ചെയ്യുന്നതെന്ന് ഉറപ്പ് വരുത്തണം. can also help safeguard against online security threats. അവരിൽ നിന്ന് സേഫ് ആയിട്ട് കൈകാര്യം ചെയ്യാൻ വേണ്ടിയിട്ട് എന്തൊക്കെ നടപടികൾ നമ്മൾ ചെയ്യണം എന്നുള്ള കാര്യങ്ങൾ കൂടി നമ്മൾ ഒപ്പം കാത്തു സൂക്ഷിക്കേണ്ടതാണ് എന്നുള്ളത്. അതായത് ഇത്തരത്തിലുള്ള കുറെ ത്രെറ്റ്സുകളും ഉണ്ട് എന്നുള്ളത്. ഇപ്പൊ കമ്പനിയൊക്കെ ആവുമ്പോൾ വലിയ വലിയ ഫേമുകളൊക്കെ ആണെങ്കിൽ അവർ കൃത്യമായിട്ട് നിർദ്ദേശങ്ങളൊക്കെ പറഞ്ഞിട്ടുണ്ടാവും. അത് മാത്രം ഇങ്ങനെ അല്ലെ ആരെങ്കിലും ഇതിലേക്കൊക്കെ കയറി പറ്റുന്നുണ്ടോ, ഇങ്ങനെയൊക്കെയുള്ള നിർദ്ദേശങ്ങളുണ്ടോ എന്നൊക്കെ നിരീക്ഷിക്കാൻ അതുമായി ബന്ധപ്പെട്ട ഏതെങ്കിലും പേഴ്സൺസ് ഒക്കെ അത് ചുമതല നിർവഹിക്കുന്നുമുണ്ടാവും. വലിയ വലിയ കമ്പനി ഫേമുകളൊക്കെയാണ്. അതല്ല എങ്കിൽ ഇങ്ങനെയൊക്കെയുള്ള ത്രെറ്റ്സുകൾ ഉണ്ട് എന്ന് മനസ്സിലാക്കി വെക്കുക. ഫിഷിങ് അല്ലെ ഏതെങ്കിലും തെറ്റായ ലിങ്കുകളൊക്കെ വഴി അല്ലെങ്കിൽ എന്താണ് തട്ടികൾ അറിയുന്ന വ്യക്തികളൊക്കെ ആയിരിക്കും എങ്കിലും അവർ അതിൽ കയറി പറ്റി ചില മെസ്സേജുകൾ വഞ്ചനാപരമായിട്ടുള്ള മെസ്സേജുകളായിരിക്കും. പിന്നെ അറിയാതെ നമ്മുടെ വ്യക്തിബന്ധം സ്ഥാപിച്ചിട്ട് വന്ന് കയറി ഇത്തരത്തിലുള്ള ചൂഷണം ചെയ്ത് കൊടുക്കുന്നുണ്ട്. അതോടൊപ്പം തന്നെ നമ്മൾ നേരത്തെ പറഞ്ഞ മാതിരി പാസ്വേഡ് മാനുവലിൽ എന്നൊക്കെ പറഞ്ഞ ഇടനിലക്കാരനായിട്ട് പ്രവർത്തിച്ചിട്ടും ഇത്തരം ചൂഷണങ്ങളൊക്കെ വരുന്നുണ്ട്. ജസ്റ്റ് ഒന്ന് അറിഞ്ഞു വെക്കാനുള്ള കുറച്ച് മാറ്റേഴ്സ് മാത്രമേ ഉള്ളൂ. എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ ചോദിക്കാം. എന്തെങ്കിലും ക്യാച്ച് ചെയ്ത എന്താണ് ത്രെറ്റ്സ് എന്തെങ്കിലും ക്യാച്ച് ചെയ്ത എന്തെങ്കിലും ഡൗട്ടുകളുണ്ടോ? ഒന്നുകൂടി പറഞ്ഞു പോകേണ്ട പോയിന്റ്സ് വല്ലതും. സെക്കൻഡ് പോയിന്റ് ഫിഷിംഗ്. Phishing involves deceitful attempts to deceive the users into providing sensitive information like passwords, credit card details, or a personal data. അതായത് ഇതിൽ ഒരു പ്രത്യേകതയുള്ളത് ഫിഷിംഗ് നിങ്ങൾ മനസ്സിലാക്കി വെക്കേണ്ടത്, ഡെസിറ്റിഫുൾ എന്ന് പറയുമ്പോൾ വഞ്ചനാപരമായിട്ടുള്ള ഒരു അറ്റംപ്റ്റ് ആണ് ഈ ഫിഷിംഗിൽ നടക്കുന്നത്. അപ്പൊ വഞ്ചനാപരമായിട്ട് തന്നെ യൂസേഴ്സിനെ വഞ്ചിക്കുക എന്നുള്ള കാര്യമാണ് ഇതിൽ വരുന്നത്. അതിനു വേണ്ടിയിട്ട് എന്താണ് അവര് പ്രൊവൈഡിങ് സെൻസിറ്റീവ് ഇൻഫോർമേഷൻസ്, അവര് നല്ല നമ്മുടെ വ്യക്തിപരമായിട്ടുള്ള അറിവുകൾ അത്
ഇൻഡിവിജ്വൽ ആയിട്ട് നൽകാൻ വേണ്ടിയിട്ട് അതിനെ പറ്റി അല്ലെ അവരുടെ പാസ്വേഡുകൾ, ക്രെഡിറ്റ് കാർഡ് ഡീറ്റെയിൽസ്, പേഴ്സണൽ ഡാറ്റാസ് ഒക്കെ നൽകാൻ വേണ്ടിയിട്ട് അവർ എന്താണ് ഒരു ഇൻഫോർമേഷൻ നൽകും. ആ ഇൻഫോർമേഷൻ എന്ന് പറയുന്നത് പൊതുവെ പറയുന്നുണ്ട്, ഫിഷിംഗ് അറ്റാക്സ് ഓഫൺ ടേക്ക് ദ ഫോം ഓഫ് ഡിസെപ്റ്റീവ് ഇമെയിൽസ്. വഞ്ചനാപരമായിട്ടുള്ള രീതിയിൽ ഇമെയിൽ വഴിയോ വെബ്സൈറ്റ് വഴിയോ മെസ്സേജ് വഴിയോ ആയിട്ടാണ് അവർ തരുന്നത്. അത് അവരെന്താ പറയുന്നത്, ലെജിസ്ലേറ്റീവ് എൻറ്റിറ്റീസ്, അത് നിയമപരമായിട്ടുള്ള ഇതാണ്. ഇപ്പൊ ആധാർ നമുക്കറിയാലോ, ആധാറിനെ രേഖപ്പെടുത്താൻ വേണ്ടിയിട്ടാണ് നിങ്ങളുടെ അക്കൗണ്ട്സ് ഡീറ്റെയിൽസ് വേണം, വെളിപ്പെടുത്തണം. നിങ്ങൾക്ക് ഇപ്പൊ എത്ര ഇതുണ്ട് അതുമായി ബന്ധപ്പെട്ട നിങ്ങളുടെ അക്കൗണ്ട് നമ്പർ കൊണ്ടുപോയി ഉൾപ്പെടുത്തേണ്ടതുണ്ട്. അപ്ഡേഷന് വേണ്ടിയിട്ടാണ്, ആധാറിന്റെ അപ്ഡേഷന് വേണ്ടിയിട്ടാണ്. അങ്ങനെ നിയമാനുസൃതമായിട്ട് ചിലപ്പോൾ ഇങ്ങനെ എന്തെങ്കിലും ഫോമും കാര്യങ്ങളൊക്കെ വെച്ചിട്ട് കേന്ദ്ര മന്ത്രാലയം പുറത്തിറക്കുന്നത് എന്നൊക്കെ പറഞ്ഞുള്ള ആ ലേബലിൽ തന്നെ നമുക്ക് ഇമെയിലോ അല്ലെങ്കിൽ അങ്ങനെയുള്ള മെസ്സേജുകളോ നമുക്ക് വരികയും അതനുസരിച്ചിട്ട് എന്താണ് നമ്മൾക്ക് വലിയ അറിവുകളൊന്നുമില്ല ഇവരെന്താണ് കേന്ദ്ര മന്ത്രാലയം ഇറക്കുന്നതാണ് അല്ലെങ്കിൽ ധനകാര്യ മന്ത്രാലയം ഇറക്കുന്നതാണ് നമ്മുടെ ആധാറുമായി ബന്ധപ്പെട്ട ഡീറ്റെയിൽസ് ഒക്കെയാണ് ചോദിച്ചിരിക്കുന്നത്. അപ്പൊ നമ്മുടെ അക്കൗണ്ട്സ് വെളിപ്പെടുത്തി കൊടുക്കാം എന്നുള്ള രീതിയിൽ എന്താണ് അക്കൗണ്ട് നമ്പറൊക്കെ വെളിപ്പെടുത്തി കൊടുക്കുകയാണെങ്കിൽ അവരെന്താ ചെയ്യുന്നത്, ആ അക്കൗണ്ട് നമ്പർ കിട്ടുന്ന അനുസരിച്ചിട്ട് തന്നെ അല്ലെങ്കിൽ ആ പാസ്വേഡ് അല്ലെ നമ്മുടെ ATM കാർഡിന്റെ പാസ്വേഡ് നമ്പറോ അങ്ങനെ എന്തെങ്കിലുമൊക്കെ ആണെങ്കിൽ അതൊക്കെ വെളിപ്പെടുത്തി കിട്ടുന്ന അനുസരിച്ചിട്ട് അതൊക്കെ യൂസ് ചെയ്ത് അക്കൗണ്ടിൽ നിന്നുള്ള ക്യാഷ് പിൻവലിക്കാനായിട്ടുള്ള സാധ്യതയുണ്ട്. അതാണ് ഫിഷിംഗിൽ പറയുന്നത്. ക്ലിയർ ആയോ? അപ്പൊ നമ്മള് വിചാരിക്കും എന്താണ് നിയമപരമായിട്ടുള്ള ഒരു ചോദ്യമാണെന്ന് വിചാരിക്കും. നമ്മൾ അറിയാതെ തന്നെ ഡീറ്റെയിൽസ് ഒക്കെ അത്തരത്തിലുള്ള കാര്യങ്ങളിലേക്ക് പോയി. So using unsecured or public Wi-Fi networks can reveal users to risk like data interception, unauthorized entry, and man-in-the-middle attacks. Attackers can snatch network traffic and capture sensitive information passed through these networks. ഇതില് നമ്മൾ പറയുന്നത് നമ്മുടെ സെക്യൂർ ആയിട്ടുള്ള ഡീറ്റെയിൽസുകൾ അത് നെറ്റ്വർക്കിലൂടെ വന്നിട്ട്, അതായത് അതിന്റെ ഒരു ട്രാക്ക് ഉണ്ട് അല്ലെ, അതിലൂടെ നമ്മൾ എന്താണ് നമ്മൾ രണ്ടുപേരായിട്ട് കമ്മ്യൂണിക്കേഷൻ ചെയ്യുമ്പോൾ അതിലേക്ക് നെറ്റ്വർക്ക് വഴി തന്ത്രപരമായിട്ടാണ് അവർ എൻറർ ചെയ്യുന്നത് ആ സംഭാഷണം ക്യാച്ച് ചെയ്യാൻ വേണ്ടി. അപ്പൊ ആ ട്രാക്കിന്റെ ഇടയിൽ മധ്യസ്ഥനായിട്ട് നിൽക്കുകയാണ് മാനേജ്മെന്റ്. അതുമാതിരി തന്നെ ഇപ്പൊ നമ്മൾ നേരത്തെ പറഞ്ഞൊരു ഓർഗനൈസേഷനെ സംബന്ധിച്ച് ചില കാര്യങ്ങൾ അല്ലെ മീറ്റിംഗ് കാര്യങ്ങളൊക്കെ നടത്തുകയാണെങ്കിൽ അവരുടെ ട്രാക്കിലേക്ക് ഇവരും അറിയാതെ കയറിപ്പിക്കുകയാണ്. അപ്പൊ ഒഫീഷ്യൽ ആയിട്ടുള്ള എന്തെങ്കിലും മീറ്റിങ്ങും കാര്യങ്ങളാണെങ്കിൽ എന്താണ് ആ ട്രാക്ക് ഹാക്കേഴ്സ് ആ ട്രാക്ക് പിടിച്ചെടുത്തിട്ട് ആ ട്രാക്കിന്റെ ഉള്ളിൽ നുഴഞ്ഞു കയറിയിട്ട് ഈ ഒഫീഷ്യൽ മീറ്റിംഗിൽ നിന്ന് ഡീറ്റെയിൽസ് ക്യാച്ച് ചെയ്തു. നമ്മൾ രണ്ട് പേര് സംസാരിക്കുന്നത് പോലെ മാത്രം തന്നെ പോലെ പ്രാധാന്യമുള്ള ഒരു കാര്യമാണ് മീറ്റിംഗ് അല്ലെ, ഒഫീഷ്യൽ മീറ്റിംഗ് എന്നുള്ളത്. അപ്പൊ അതിന്റെ ഉള്ളിൽ ആ ട്രാക്ക് പിടിച്ചെടുത്തിട്ടാണ് നെറ്റ്വർക്കിൽ പോലെ നമ്മുടെ വൈഫൈ കണക്ഷനിലുള്ള നെറ്റ്വർക്കിന്റെ ഉള്ളില് അവർ കയറി പറ്റാനായിട്ടുള്ള ഒരു സൗകര്യം അവർ നേടിയെടുത്തു വെച്ചു. ഒരു പക്ഷെ അതെങ്ങനെയെങ്കിലും ഏതെങ്കിലും രീതിയിൽ പ്രൈവസി ആയിട്ട് അവർ നേടിയെടുക്കുന്നതായിരിക്കും. അതിലേക്ക് ലിങ്ക് വഴി കയറാനായിട്ടുള്ള പെർമിഷൻ ഉണ്ട് അല്ലെ, നമുക്ക് നിങ്ങൾക്കൊക്കെ ലിങ്ക് വഴിയാണ് കയറുന്നത്. ഒഫീഷ്യൽ ആയിട്ടുള്ള ലിങ്കുകൾ എല്ലാവർക്കും അല്ലെ മീറ്റിങ്ങുകളൊക്കെ വരുമ്പോൾ എല്ലാവർക്കും അതിന് വെളിപ്പെടുത്തി കൊടുക്കില്ല. ഒഫീഷ്യൽ ആയിട്ടുള്ള ഡീറ്റെയിൽസ് എങ്ങനെയെങ്കിലൊക്കെ ഇവര് ഒഫീഷ്യൽ ആയിട്ടുള്ള ലിങ്ക് കണ്ടെത്തിയിട്ട് ആ ലിങ്കിലൂടെ ഈ ട്രാക്കിലേക്ക് കയറി പറ്റിയിട്ട് ഈ ഡീറ്റെയിൽസ് ആണ് ഷോർട്ട് ചെയ്യുന്നത്. അപ്പൊ രണ്ടുപേരെയുള്ള പ്രധാനപ്പെട്ട നമുക്കറിയാം പ്രധാനമന്ത്രികളും ഒക്കെ അവരുടെയൊക്കെ കമ്മ്യൂണിക്കേഷനിലൊക്കെ അറിയാതെ അല്ലെ ചിലപ്പോഴൊക്കെ നമ്മൾക്കറിയാം എന്താണ് ഹാക്കേഴ്സ് എന്ന് പറയുമ്പോൾ എല്ലാ തരത്തിലും ഇപ്പൊ അപകടങ്ങൾ വരുത്തി വെക്കാൻ പറ്റുന്ന ഹാക്കേഴ്സുകളൊക്കെ ഉണ്ട്. അവര് തന്ത്രപരമായിട്ടുള്ള തീരുമാനങ്ങളൊക്കെ എടുക്കുമ്പോഴും അതിന്റെ ഇടയിൽ കയറിയിട്ടാണ് ഹാക്കേഴ്സുകൾ ആ തീരുമാനങ്ങളെല്ലാം ചൂഷണം ചെയ്തെടുത്തിട്ട് അവര് അതിനനുസരിച്ചിട്ടുള്ള കാര്യങ്ങളെല്ലാം തീരുമാനങ്ങളൊക്കെ എടുക്കുന്നത്. അപ്പൊ ഈ ഒരു ട്രാക്കിന്റെ ഉള്ളിൽ കയറി പറ്റിയിട്ട് നമ്മള് ഹാക്ക് ചെയ്യുന്നതാണ് അൺസെക്യൂർഡ് വൈഫൈ നെറ്റ്വർക്ക്സ്. അതായത് ആ ഒരു ലിങ്കിലേക്ക് നുഴഞ്ഞു കയറണം. യൂസിങ് അൺസെക്യൂർഡ് ഓർ പബ്ലിക് വൈഫൈ നെറ്റ്വർക്ക് ക്യാൻ റിലീസ് യൂസേഴ്സ് റിസ്ക് ലൈക്ക് ഡാറ്റ ഇന്റർസെപ്ഷൻ, unauthorized entry, and man-in-the-middle attacks. Attackers can snatch network traffic and capture sensitive information passed through these networks. ഈ നെറ്റ്വർക്ക് വഴി തന്നെ അവര് പാസ് ത്രോ ചെയ്യാണ് അല്ലെ. അവരിൽ നിന്ന് ചിലപ്പോൾ അവര് സൈലന്റ് ആയിട്ട് അവർ പറയുന്ന കാര്യങ്ങളെല്ലാം റെക്കോർഡ് ചെയ്ത് ക്യാച്ച് ചെയ്യും.
എന്നിട്ടാണ് തീരുമാനങ്ങളൊക്കെ എഴുതുന്നത്. ആ ട്രാക്കിലേക്ക് കയറി. ക്ലിയർ ആയോ? ഇപ്പൊ നമ്മളുടെ കമ്പ്യൂട്ടറിന്റെ ഒരു ചാപ്റ്റർ നമ്മൾ അവസാനിപ്പിച്ചു. അതില് നമുക്ക് ആദ്യമൊക്കെ നമുക്ക് ഈസി ആയിരുന്നു അല്ലെ. ഇങ്ങനെ ഈ ലാസ്റ്റ് പോയിന്റ് വന്ന് ഇപ്പൊ കേൾക്കാത്ത കുറെ വേർഡ്സുകളൊക്കെ എല്ലാവരും ഉണ്ടായിരുന്നു. അതായത് കുറച്ച് ക്രാക്കേഴ്സുകളായിരുന്നു നമുക്കും നമ്മൾ യൂസ് ചെയ്യാത്ത കാരണം കൊണ്ട് നമുക്ക് അധികം അറിയപ്പെടുന്നില്ല. പക്ഷെ ഇങ്ങനെയൊക്കെ ഉണ്ട് എന്നുള്ള കാര്യം മനസ്സിലാക്കി വയ്ക്കാം. ഇനി നമുക്ക് നെക്സ്റ്റ് ഒരു ചാപ്റ്ററും കൂടി ഇന്ന് സ്റ്റാർട്ട് ചെയ്യാനുണ്ട്. അപ്പൊ അടുത്തതിലേക്ക് പോകട്ടെ. നോക്കാം. മെഡിക്കൽ എക്യുപ്മെന്റ്സ് ആണ് നമുക്ക് എടുക്കേണ്ട അടുത്തൊരു ചാപ്റ്റർ. അത് എന്തായാലും ഞങ്ങൾ 1-2 ടീച്ചേഴ്സും കൂടി ഷെയർ ചെയ്തൊക്കെ ആയിരിക്കും എടുക്കുന്നത്. നിങ്ങൾക്ക് ഇനിയും ഒന്നും തൊടാത്ത ഏതെങ്കിലും ചാപ്റ്റർ ഉണ്ടോ? മെഡിക്കൽ എക്യുപ്മെന്റ്സ് നമ്മൾ സ്റ്റാർട്ട് ചെയ്യാണ്. അല്ലാതെ ഏതെങ്കിലും അപ്പൊ നമുക്ക് ലാസ്റ്റ് ചാപ്റ്ററിന് പറയാൻ ശരിക്കും മെഡിക്കൽ എക്യുപ്മെന്റ്സ് ഇത് കുറച്ച് കൂടുതലുണ്ട്, അധികമുണ്ട്. പക്ഷെ എല്ലാം തന്നെ എന്താണ് ഹോസ്പിറ്റലിൽ യൂസ് ചെയ്യുന്ന വിവിധ തരത്തിലുള്ള ടൂളുകളാണ്. എല്ലാം തന്നെ കുറച്ച് 1 by 1 ആയിട്ട് എന്താ പറയുക പല ടീച്ചേഴ്സും കൂടി നമുക്ക് ക്യാച്ച് ചെയ്യാനായിട്ട് സാധിക്കും. നമുക്കുള്ള അവേഴ്സ് വെച്ച് തന്നെ പഠിച്ചു പോകാം. നിങ്ങളുടെ കയ്യിൽ എല്ലാവരുടെ കയ്യിൽ ഉണ്ടല്ലോ അല്ലേ? അപ്പൊ വലിയ ബുദ്ധിമുട്ടില്ലാതെ നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. അതിന്റെ എക്യുപ്മെന്റ്സ് എന്ന് പറയുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലായി, ഹോസ്പിറ്റലില് വിവിധ എക്യുപ്മെന്റ്സ് ഉപയോഗിച്ചിട്ടാണ് നമ്മളെ അല്ലെ രോഗനിർണയത്തിനും അല്ലെങ്കിൽ ചികിത്സയ്ക്കും കാര്യങ്ങളൊക്കെ എല്ലാം തന്നെ വ്യത്യസ്ത തരത്തിലുള്ള എക്യുപ്മെന്റ്സുകൾ ഉപയോഗിക്കുന്നുണ്ട്. അപ്പൊ അത് തന്നെ ഇൻട്രൊഡക്ഷനിൽ നോക്കാം. മെഡിക്കൽ apparatus is used for the definite purpose at diagnosis and treatment of diseases or rehabilitation following disease in injury. അതായത് ഇതിൽ പറയുന്നത് apparatus എന്ന് പറയുന്നത് എന്താണ്? എക്യുപ്മെന്റ് തന്നെയാണ്. മെഡിക്കൽ എക്യുപ്മെന്റ്സിനെ പറയുന്ന മറ്റൊരു പേരാണ്. is used for the definite purpose at diagnosis and treatment of diseases. ഒന്നല്ലെങ്കിൽ രോഗനിർണയത്തിനോ അല്ലെങ്കിൽ ചികിത്സയ്ക്കോ വേണ്ടിയിട്ട് അല്ലെ അസുഖങ്ങളുള്ളതിന്റെ ട്രീറ്റ്മെന്റിന് വേണ്ടിയിട്ട്, അല്ലെങ്കിൽ റീഹാബിലിറ്റേഷൻ പുനരധിവാസം, ആ വ്യക്തിക്ക് ട്രീറ്റ്മെന്റും രോഗനിർണയം ഒക്കെ കഴിഞ്ഞ് അല്ലെ അദ്ദേഹം സുഖമായി കഴിഞ്ഞാലും ഒന്നും കൂടി ജീവിതത്തിലേക്ക് തിരിച്ചു വരുവാൻ വേണ്ടിയിട്ട് ചില എക്യുപ്മെന്റ്സിന്റെ ആവശ്യം ഉണ്ടാവാം. അപ്പൊ അത്തരത്തിലുള്ള ഇഞ്ചുറീസുകളൊക്കെ എന്തെങ്കിലും ഡിസീസസും ഇഞ്ചുറീസ് ഒക്കെ വന്നതിന് ശേഷം അപ്പൊ അത് ഡയഗ്നോസിസ് ചെയ്യുന്നതിനും ട്രീറ്റ്മെന്റിനും റീഹാബിലിറ്റേഷനും പുനരധിവാസത്തിനും ജീവിതത്തിലേക്ക് മുന്നോട്ട് തിരിച്ചെത്തുന്നതിന് വേണ്ടിയിട്ട് ഉപയോഗിക്കുന്ന വ്യത്യസ്ത തരത്തിലുള്ള എക്യുപ്മെന്റ്സുകളാണ് മെഡിക്കൽ എക്യുപ്മെന്റ്സ് എന്ന് പറയുന്നത്. Then it can be either used singly or in jointly with any accessory, consumable or other piece of a medical apparatus. അതായത് നമ്മൾ സിംഗിൾ ആയിട്ട് അല്ലെ ഓരോന്നും സിംഗിളർ ആയിട്ട് തന്നെ ഉപയോഗിക്കും. അതോടൊപ്പം തന്നെ 1-2 കണക്ട് ചെയ്ത് ചില എക്യുപ്മെന്റ്സ് ഒന്നിനോടൊന്ന് കണക്ട് ചെയ്ത് ഉപയോഗിക്കാനായിട്ട് ആ രോഗിയുടെ രോഗാവസ്ഥയ്ക്ക് അനുസൃതമായിട്ട് ഉപയോഗിക്കുക. മെഡിക്കലിന്റെ എക്യുപ്മെന്റ്സ് എന്ന് പറയുന്നത് അതാണ്. നിങ്ങൾക്ക് മനസ്സിലാക്കി അറിയാൻ പറ്റും. അതായത് രോഗനിർണയത്തിനും ചികിത്സയ്ക്കും വീണ്ടും ജീവിതത്തിലേക്ക് തിരിച്ചു വരാൻ വേണ്ടിയിട്ട് വ്യത്യസ്ത തരത്തിലുള്ള എക്യുപ്മെന്റ്സ് ഉപയോഗിക്കും. അത് 1-2 എക്യുപ്മെന്റ്സ് ഉപയോഗിക്കുന്നവരുണ്ടാവും. ഒരു എക്യുപ്മെന്റ്സ് ഉപയോഗിച്ചിട്ട് കാര്യങ്ങളൊക്കെ ചെയ്തിട്ടുണ്ടാവും. ചിലപ്പോ നമുക്കറിയാലോ ഇപ്പൊ നിലവിൽ തന്നെ എന്തെല്ലാം പുതിയ ഇന്നോവേറ്റീവ് ആയിട്ടുള്ള കാര്യങ്ങൾ വരുമ്പോൾ പുതിയ പുതിയ എക്യുപ്മെന്റ്സുകളും ഉപയോഗങ്ങളൊക്കെ ഉണ്ട്. അപ്പൊ വ്യത്യസ്ത തരത്തിലുള്ള എക്യുപ്മെന്റ്സ് ഉണ്ടെന്ന് മനസ്സിലാക്കുക. ഇനി അതിന്റെ ഫസ്റ്റ് ആയിട്ട് നമുക്ക് നോക്കാം ഡിഫിബ്രില്ലേറ്റർ. ഡിഫിബ്രില്ലേറ്റർ നമുക്കറിയാമല്ലോ, നിങ്ങൾ പഠിച്ചപ്പോ ഏതെങ്കിലും ടോപ്പിക്ക് പഠിച്ചപ്പോ നിങ്ങൾ പഠിച്ചു പോയിട്ടുണ്ടാവും എന്താണ് ഡിഫിബ്രില്ലേറ്റർ എന്നുള്ളത്. ഞാൻ തന്നെ പഠിപ്പിച്ചിട്ടുണ്ടെന്ന് തോന്നുന്നു. ശ്വാസം അല്ലെ ഫസ്റ്റ് എയ്ഡ് കൊടുക്കുന്നതിന് പകരം നമുക്ക് ഹോസ്പിറ്റലൊക്കെ ആവുമ്പോൾ അല്ലെങ്കിൽ പൊതുവെ ചിലപ്പോഴൊക്കെ നമുക്കറിയാം ഇപ്പൊ നമ്മുടെ കൺട്രി ആണെങ്കിലും മറ്റു കൺട്രികളിലൊക്കെ ഇത്തരത്തിലുള്ള സർവീസ് എല്ലാവർക്കും തന്നെ ഉണ്ടാവും. ഡിഫിബ്രില്ലേറ്ററിന്റെ ഉപയോഗം എന്ന് പറയുന്നത് നമ്മുടെ ജസ്റ്റ് അല്ലെ നമ്മുടെ ഫസ്റ്റ് എയ്ഡ് എന്നുള്ള രീതിയിൽ നമുക്ക് എന്താണ് ശ്വാസം നനച്ചു പോകുമ്പോൾ അതിനെ ഒന്ന് പെട്ടെന്ന് തന്നെ ഒന്ന് സ്റ്റാർട്ട് ചെയ്യാനായിട്ട് ചലിപ്പിച്ചെടുക്കാൻ പറ്റുന്ന ഒരു ഉപകരണമാണ് ഡിഫിബ്രില്ലേറ്റർ. Defibrillators are equipment
that bring back a normal heartbeat by sending an electric pulse shock to the heart. Heartine ഒരു പ്രത്യേകം അല്ലെ പെട്ടെന്ന് ഒരു ഇലക്ട്രിക് ഷോക്ക് കൊടുത്തിട്ട് നമുക്കറിയാം ഈ മെഷീൻ എന്ന് പറയുന്നത് താഴെ പിക്ചറൊക്കെ കൊടുത്തിട്ടുണ്ട്. തേപ്പൊടി പോലത്തെ ഒരു മെഷീനാണ്. ഈ മെഷീൻ പെട്ടെന്ന് കൊണ്ടുവന്ന് ഇങ്ങനെ ജഗിൾ ചെയ്യും അല്ലെ, പെട്ടെന്ന് കൊണ്ടുവന്ന് വെക്കുമ്പോൾ തന്നെ രോഗി എന്ത് ചെയ്യും, പെട്ടെന്ന് ജഗിൾ ചെയ്ത് അവർക്ക് പെട്ടെന്ന് ശ്വാസം അല്ലെ കഴിക്കാനുള്ള ഒരു ചാൻസ് കിട്ടുകയാണ്. അപ്പൊ ശ്വാസോച്ഛ്വാസമൊക്കെ നിലച്ചു പോകുന്ന ആ ഒരു അഡ്ഡ മൊമെന്റിൽ തന്നെ ഇത്തരത്തിലുള്ള മെഷീന്റെ ഉപയോഗം വരുമ്പോൾ പെട്ടെന്ന് തന്നെ ശ്വാസം വീണ്ടെടുക്കാനായിട്ടുള്ള പെട്ടെന്ന് തന്നെ അഡ്ഡ മൊമെന്റിൽ തന്നെ ചെയ്യുമ്പോൾ അവര് ശ്വാസം അല്ലെ പെട്ടെന്ന് തന്നെ അത് ക്യാച്ച് ചെയ്തെടുക്കുകയാണ് ചെയ്യുന്നത്. Defibrillator are equipment that bring back a normal heartbeat by sending an electric pulse shock to the heart. ഹേർട്ടിലേക്ക് ഒരു ഇലക്ട്രിക് പൾസ് കടത്തി വിടുകയാണ്. ആ ഒരു ചൂട് ഇതിലൂടെ കടത്തി വിട്ടിട്ട് അവരെ കൊണ്ട് ശ്വാസം ബ്രീതിങ് നോർമലി ആക്കി എടുക്കുന്നതാണ്. വേരിയസ് ടൈപ്സ് ഓഫ് ഡിഫിബ്രില്ലേറ്റേഴ്സ് വർക്ക് ഇൻ ഡിഫറെന്റ് വേസ്. അപ്പൊ വ്യത്യസ്ത തരത്തിലുള്ള ഡിഫിബ്രില്ലേറ്റേഴ്സ് ഉണ്ട്. ഓട്ടോമാറ്റഡ് എക്സ്റ്റേണൽ ഡിഫിബ്രില്ലേറ്റേഴ്സ്, അതാണ് നമ്മുടെ ബ്രാക്കറ്റിൽ പറയുന്നത് AFDS, ഓട്ടോമാറ്റഡ് എക്സ്റ്റേണൽ ഡിഫിബ്രില്ലേറ്റേഴ്സ്, which are commonly seen in many public spaces, are used to serve the lives of people who experience cardiac arrest. പ്രധാനമായിട്ടും നമുക്ക് പെട്ടെന്ന് അറ്റാക്ക് ഒക്കെ വന്ന് ആദ്യം നിലച്ചു പോകുന്ന ഒരു അവസ്ഥയിലൊക്കെ ഇതിന്റെ ഉപയോഗം വളരെ ഉപകാരപ്രദമാണ്. പെട്ടെന്ന് തന്നെ ഉടനെ ചെന്ന് അല്ലെ ആ ഒരു ഇലക്ട്രിക് ഷോക്ക് കൊണ്ട് തന്നെ പെട്ടെന്ന് രോഗിക്ക് വീണ്ടും ശ്വാസം എടുക്കാനായിട്ടും അതോടൊപ്പം തന്നെ റൺ ചെയ്ത് പിന്നെ കുഴപ്പമില്ലാത്ത രീതിയിൽ ഹാൻഡിൽ ചെയ്യാനായിട്ട് സാധിക്കുന്നുണ്ട്. അപ്പൊ ഇതൊരു പൊതുവെ ഉപയോഗിക്കുന്ന ഒരു കോമൺലി ആയിട്ടുള്ള ഒരു മെഷീനാണ് ഡിഫിബ്രില്ലേറ്റർ. ശ്വാസം അല്ലെ അത് നോർമലി ഹേർട്ട് ബീറ്റ് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ഉള്ള ഒരു ഉപകരണമാണ്. അത് എന്താണ് ഇലക്ട്രിക്കിന്റെ സപ്പോർട്ടോട് കൂടിയിട്ടാണ് ആ ഉപകരണം ഉപയോഗിക്കുന്നത്. പിന്നെ കോമൺലി ഇത് ഉപയോഗിക്കുന്നത് നമുക്കറിയാം പൊതുവെ പറയുന്നത് എന്താണ്, വിച്ച് ആർ കോമൺലി സീൻ ഇൻ മെനി പബ്ലിക് സ്പേസസ് എന്ന് പറയുന്നത് നമ്മുടെ ഇവിടെ എപ്പോഴും കാണുന്ന ഒരു സംഭവമല്ല, പക്ഷെ പുറത്തെ കൺട്രികളിലൊക്കെ ഇത്തരത്തിലുള്ള സംഭവങ്ങൾ. AED ആണോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ AFDS ആണ്. ഓക്കെ, ഓട്ടോമാറ്റഡ് എക്സ്റ്റേണൽ ഡിഫിബ്രില്ലേറ്റർ അതിന്റെ AED തന്നെയാണ്. AFDS എന്നാണ് പറയുന്നത്. അതൊന്ന് നോട്ട് ചെയ്ത് വെച്ചേരെ. ഓട്ടോമാറ്റഡ് എക്സ്റ്റേണൽ ഡിഫിബ്രില്ലേറ്റേഴ്സ്. ഓക്കെ, അത് നമുക്ക് മനസ്സിലാക്കിയെടുക്കാം. ഡിഫിബ്രില്ലേറ്റർ എന്ന് പറയുന്നത് നോർമലി നമ്മുടെ ഹേർട്ട് അതിന്റെ വർക്ക് ചെയ്യാനായിട്ടുള്ള ഒരു ഉപകരണമാണ്. അത് ഇലക്ട്രോണിക്കിന്റെ സപ്പോർട്ടോട് കൂടിയിട്ടാണ് അത് പ്രവർത്തിക്കുന്നത്. എത്രയും പെട്ടെന്ന് നമ്മൾ ആ നിലച്ചു പോകുന്ന ടൈമിലാണ് രോഗിക്ക് കൊടുക്കുന്നതെങ്കിൽ അവര് പെട്ടെന്ന് തന്നെ അതിലേക്ക് പ്രതികരിച്ച് അവർക്ക് ശ്വാസത്തിന്റെ നേടിയെടുക്കാനായിട്ട് സാധിക്കും. ഇനി മറ്റൊന്ന് നമുക്ക് അറിയാവുന്നത് തന്നെയാണ് തെർമോമീറ്റേഴ്സ്. നമ്മൾ അല്ലെ പനി നോക്കാൻ വേണ്ടിയിട്ട് ഉപയോഗിക്കുന്ന ഒരു ഉപകരണമാണ് തെർമോമീറ്റേഴ്സ്. ഡിജിറ്റൽ തെർമോമീറ്റേഴ്സ്, ഇലക്ട്രോണിക് ഇയർ തെർമോമീറ്റേഴ്സ്, ഫോർഹെഡ് തെർമോമീറ്റേഴ്സ്, ഗ്ലാസ് ആൻഡ് മെർക്കുറി തെർമോമീറ്റേഴ്സ്. പണ്ട് നമ്മൾ കാണുന്ന ഒരു ഇത് ഗ്ലാസ് ആൻഡ് മെർക്കുറി തെർമോമീറ്റർ ആണ് അല്ലെ. പൊതുവെ അത് മെർക്കുറിയോട് കൂടിയിട്ടുള്ള തെർമോമീറ്റർ നമ്മൾ പൊതുവെ പണ്ട് പഴയ കാലഘട്ടത്തിലേക്ക് ഉപയോഗിക്കും. ഇപ്പൊ നമുക്കറിയാം വ്യത്യസ്ത തരത്തിലുള്ള തെർമോമീറ്റേഴ്സ് ഉണ്ട്. പ്രധാനമായിട്ടും കോവിഡിന്റെ ടൈമിൽ നമ്മൾ ഫോർഹെഡ് തെർമോമീറ്റേഴ്സ് എപ്പോഴും അല്ലെ അവര് പെട്ടെന്ന് തന്നെ എവിടെ നിന്ന് വന്നാലും ആദ്യം തന്നെ പനി നോക്കുന്നത് ഇതിങ്ങനെ അടിച്ചു നോക്കിയിട്ടാണ്. അപ്പൊ ഒരു ഇലക്ട്രോണിക് അല്ലെ അത് ഫോർഹെഡിൽ വരുമ്പോൾ ആ ഒരു പെട്ടെന്ന് തന്നെ ടെമ്പറേച്ചർ അവർക്ക് വ്യക്തമായിട്ട് എന്താണ് അതില് കാണാം, മോണിറ്റർ ചെയ്ത് മനസ്സിലാക്കാനായിട്ട് സാധിക്കുന്നുണ്ട്. അപ്പൊ പഴയ കാലഘട്ടം മുതലുള്ള തെർമോമീറ്റർ ഇവിടെ പറയുന്നുണ്ട്. ഡിജിറ്റൽ തെർമോമീറ്റർ ആണ് ഫസ്റ്റ് വൺ പറയുന്നത്. It gives the fastest and most accurate result. അപ്പൊ ഡിജിറ്റൽ തെർമോമീറ്റർ ഉപയോഗിച്ചിട്ട് നമ്മൾ പനി നോക്കുമ്പോൾ നമുക്കറിയാം ഒരു അല്ലെ നമ്മുടെ കൈ പൊക്കിയതിനു ശേഷം നമ്മൾ അത് ഉപയോഗിച്ചിട്ട് തെർമോമീറ്റർ നോക്കി ആ സ്വിച്ച് ഓൺ ചെയ്ത് കഴിയുമ്പോൾ തന്നെ ഡിജിറ്റൽ ആയിട്ട് തെളിഞ്ഞു വരും എത്രത്തോളമാണ് ടെമ്പറേച്ചർ. അതാണ് ഡിജിറ്റൽ തെർമോമീറ്റർ ഉദ്ദേശിക്കുന്നത്. അതായത് ഡിജിറ്റലൈസ് ചെയ്ത് അല്ലെ നമ്മൾ മോണിറ്റർ ചെയ്ത് കാണിക്കും ആ ബട്ടൺ എത്ര സമയം അത് യൂസ് ചെയ്തതിനു ശേഷം നമ്മൾ നോക്കുമ്പോൾ ആ സമയം ഉപയോഗിച്ച് ആ വന്നിരിക്കുന്ന പനിയുടെ ടെമ്പറേച്ചറിന്റെ അളവ് കൃത്യമായിട്ട് തന്നെ മോണിറ്റർ ചെയ്ത് കാണിക്കും.
then electronic ear thermometers. ഇതുപോലെ തന്നെ ആ പിക്ചറിൽ കാണിച്ചിരിക്കുന്ന ഫോർ ഹെഡിന് ഉപയോഗിക്കുന്ന തെർമോമീറ്റർ തന്നെയാണ്. ആ തെർമോമീറ്റർ ചെവിയിലെ അല്ലെ ആ ഭാഗത്തേക്ക് കൊണ്ടുവന്ന് നമ്മൾ എന്താണ് ഓൺ ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ അതിലൂടെ നമുക്ക് തെർമോമീറ്റർ എത്രത്തോളം ചൂടാണ് ടെമ്പറേച്ചർ ആണ് ഇപ്പോ രേഖപ്പെടുത്തിയിരിക്കുന്നത് കൃത്യസമയത്തിനുള്ളിൽ അത് ഓഫ് ചെയ്യുമ്പോൾ അല്ലെ അത് ഓൺ ചെയ്ത് നോക്കുമ്പോൾ നമുക്ക് ക്ലിയർ ആയിട്ട് സാധിക്കും, കാണാനായിട്ട് സാധിക്കും. അതായത് ഡിപ്പെൻഡിങ് ഫോർ ഇയർ തെർമോമീറ്റേഴ്സ് measure the temperature inside the ear canal by way of infrared ray technology. Infrared ray technology ഉപയോഗിച്ചിട്ടാണ് അത് ഓൺ ചെയ്യുമ്പോൾ അത് ചെന്നിട്ട് ആ ഒരു ടെമ്പറേച്ചർ നമുക്ക് മോണിറ്റർ ചെയ്ത് കാണിച്ചു തരുന്നത്. അപ്പൊ എന്താണ് tympanic or ear thermometers measure the temperature inside the ear canal by way of infrared ray technology. Infrared ray technology ഉപയോഗിച്ചിട്ടാണ് അത് മനസ്സിലാക്കിയത്. Then forehead thermometers. Forehead thermometers എന്താ പറയുന്നത്? Forehead thermometers utilize infrared sensor to measure the temperature. അതായത് നമ്മള് ഇത്തരത്തിലുള്ള ഈ സാധനം തന്നെ ഉപയോഗിച്ചിട്ട് ഫോർഹെഡിലേക്ക് അപ്ലൈ ചെയ്യുമ്പോൾ ആ ടെമ്പറേച്ചർ അത് അതിനകത്ത് വെളിപ്പെടുത്തി തരികയാണ് ചെയ്യുന്നത്. ഗ്ലാസ് ആൻഡ് മെർക്കുറി തെർമോമീറ്റേഴ്സ് പണ്ടകാലത്ത് ഉപയോഗിക്കുന്ന അല്ലെ നമ്മള് ചില്ലിലുള്ള ആ ഒരു മെർക്കുറിയുടെ അളവ് അത് നമ്മൾ നോർമലൈസ് ചെയ്തിട്ട് നമ്മൾ വെച്ചതിന് ശേഷം നമ്മൾ ഉപയോഗിക്കുമ്പോൾ കറക്റ്റ് ആയിട്ട് അവരുടെ ആ ഒരു ടൈമിലെടുത്ത ടെമ്പറേച്ചർ എന്തോന്നാണെന്ന് കാണിച്ചു തരും. മെർക്കുറി തെർമോമീറ്റേഴ്സ് ഗീവ് പ്രൈസസ് ടെമ്പറേച്ചർ റീഡിങ്സ് ആൻഡ് ക്യാൻ ബി യൂസ്ഡ് ഓറലി, റെക്ടലി ഓർ അണ്ടർ ദ ആം. അത് ഏത് രീതിയിൽ നമുക്ക് ഉപയോഗിക്കാം. ഓറലി അല്ലെ വായുടെ നാക്കിന്റെ അടിയിൽ വെച്ച് ഉപയോഗിക്കാം. തന്നെ റെക്ടലി എന്ന് പറയുമ്പോൾ മലദ്വാരത്തിൽ കൂടെ അത് വെച്ചിട്ടാണെങ്കിൽ ഉപയോഗിക്കാം. അണ്ടർ ദ ആം അല്ലെ നമ്മുടെ കൈപ്പൊക്കി കഷത്തിൽ അത് വെച്ച് ആ ഒരു ഭാഗത്തിൽ വെച്ചിട്ടും നമുക്ക് അതിന്റെ ഒരു ടെമ്പറേച്ചറിന്റെ അളവ് നോട്ട് ചെയ്യാനായിട്ട് സാധിക്കും. അപ്പൊ ഗ്ലാസ് ആൻഡ് മെർക്കുറി തെർമോമീറ്റേഴ്സ് അങ്ങനെ 4 തരത്തിലുള്ള തെർമോമീറ്റേഴ്സ് ആണ് ഉള്ളത്. ഓക്കെ, ക്ലിയർ അല്ലേ? രണ്ട് എക്യുപ്മെന്റ്സിന്റെ കാര്യം പഠിച്ചത്, ഒന്ന് ഡിഫിബ്രിലേറ്ററും നെക്സ്റ്റ് വണ് തെർമോമീറ്റേഴ്സ്. നെക്സ്റ്റ് നമുക്ക് നോക്കാം ബ്ലഡ് പ്രഷർ അപ്പാരറ്റസ്. പിന്നെ ബ്ലഡ് പ്രഷർ അപ്പാരറ്റസിൽ പറയുന്നത് ബ്ലഡ് പ്രഷർ gauge or blood pressure monitoring is an equipment used to measure the lowest pressure. അതിന്റെ ആ ഒരു രീതി അനുസരിച്ചിട്ട് നമ്മൾ എപ്പോഴും കൈകാര്യം ചെയ്യുന്നതാണ് അല്ലെ. എവിടെയാണെങ്കിലും നമ്മൾ ഹോസ്പിറ്റലിലൊക്കെ പോകുമ്പോൾ ആദ്യം പ്രഷർ നോക്കാറുണ്ട്. അങ്ങനെയൊക്കെ പ്രഷർ നോക്കുന്ന സമയത്ത് ഈ ഒരു ഉപകരണത്തിനെയും നമ്മൾ നോട്ട് ചെയ്തിട്ടുണ്ടാകും. അപ്പൊ ഇതിലെന്താ പറയുന്നത്? ബ്ലഡ് പ്രഷർ ഗേജ് ഓർ ബ്ലഡ് പ്രഷർ മോണിറ്റർ is an equipment used to measure lowest pressure. നമ്മൾ സാധാരണയായിട്ട് എങ്ങനെയാണ് നോക്കാറ്? സാധാരണ ഏറ്റവും കൂടുതൽ വീർപ്പിച്ചിട്ട് അല്ലെ അത്രയും വലുതാക്കിയതിനു ശേഷം നോർമലൈസ് ചെയ്യാണ് ചെയ്യുന്നത്. മാക്സിമം വലുതാക്കിയതിനു ശേഷം വീർപ്പിച്ചതിന് ശേഷമാണ് നോർമലൈസിങ്. അതാണ് പറയുന്നത് യൂസ്ഡ് മെഷർ ലോസ്റ്റ് പ്രഷർ. ഏറ്റവും കൂട്ടിയിട്ട് ഏറ്റവും കുറച്ച് വരുമ്പോഴാണ് പ്രഷർ നമ്മൾ വേരിയേഷൻ മനസ്സിലാക്കുന്നത്. അങ്ങനെ ബ്ലഡ് പ്രഷർ ഗേജ് ഓർ ബ്ലഡ് പ്രഷർ മോണിറ്റർ ഈസ് ആൻ എക്യുപ്മെന്റ് യൂസ്ഡ് മെഷർ ലോസ്റ്റ് മെഷർ. അത് ലോസ്റ്റ് പ്രഷർ എങ്ങനെയാണ് അത് ലോസ്റ്റ് ചെയ്ത് വരുമ്പോൾ ആ കൂട്ടിയ ഭാഗത്ത് സമ്മർദ്ദം കുറച്ചുകൊണ്ട് വരുമ്പോൾ എങ്ങനെയാണ് രേഖപ്പെടുത്തുന്നത് എന്ന് നോട്ട് ചെയ്യുന്നതാണ് ഈ ബ്ലഡ് പ്രഷർ ഇതുകൊണ്ട് ഉപയോഗിക്കുന്നത്. ഇനി sigmometer includes an inflatable cut-off of a measuring unit and a mechanism for inflation which can be handled manually. അതായത് നമ്മളുടെ ഇതല്ലേ ഈ ഒരു സിഗ്നോമീറ്റർ എന്ന് പറയുന്നത് എന്താണ്? രക്തസമ്മർദ്ദം അളക്കാനായിട്ടുള്ള ഒരു ഉപകരണമാണ് ഈ സിഗ്നോമീറ്റർ എന്ന് പറയുന്നത്. ഇതില് പ്രധാനമായിട്ട് നമ്മൾ പറയുന്നത് inflatable cuff, a measuring unit and mechanism for inflation which can be handled manually. അതായത് നമ്മളുടെ ഊതി വീർപ്പിച്ചിട്ടാണ്, അതാണ് പറയുന്നത് ഇൻഫ്ലേറ്റബിൾ. ഊതി വീർപ്പിച്ച് വികസിപ്പിച്ചതിന് ശേഷമാണ് നമ്മൾ എന്താണ് അത് പ്രഷർ ചെയ്ത് കഴിഞ്ഞിട്ട് അത് ഏറ്റവും വലുതാക്കിയതിനു ശേഷമാണ് താഴേക്ക് അത് ഊത്തി കൊണ്ടുവരുന്നത് അല്ലെ. അപ്പൊ ആ സമ്മർദ്ദം എന്താണ് അത് കുറഞ്ഞു വരികയാണ് ചെയ്യുന്നത്. അങ്ങനെയാണ് അത് രേഖപ്പെടുത്തുന്നത്. അപ്പൊ ഏറ്റവും മാക്സിമത്തിൽ എത്തിച്ചതിന് ശേഷമാണ് താഴേക്ക് കൊണ്ടുവരുന്നത്. അപ്പൊ അതിലൂടെ നമുക്ക് എന്താണ് കൃത്യമായിട്ട് തന്നെ ആ സിഗ്നോമീറ്ററിൽ
ആ സ്പിഗോമീറ്റർ കറക്റ്റ് ആയിട്ട് അത് രേഖപ്പെടുത്തും എന്താണ് നമ്മളുടെ ഇപ്പോഴത്തെ ബ്ലഡ് പ്രഷറിന്റെ ലെവൽ എന്താണ്. പിന്നെ വീണ്ടും പറയുന്നത് വിച്ച് ക്യാൻ ബി ഹാൻഡിൽഡ് മാനുവലി, അത് മനുഷ്യരാണ് ഉപയോഗിക്കുന്നത്, അതല്ലേ മെഷീൻ ഉപയോഗിച്ചിട്ടൊന്നല്ല. സാധാരണയായിട്ട് പ്രഷർ ഇങ്ങനെ നോക്കുന്നത്, പ്രഷർ നോക്കുന്നത് എന്താണ് മനുഷ്യന്റെ അല്ലെ. ഹോസ്പിറ്റലിലെ ഡോക്ടേഴ്സ് ഒക്കെ പൊതുവെ കാർഡിയോളജിസ്റ്റ് ഡോക്ടറിനൊക്കെ കാണുന്നതിന് മുമ്പ് തന്നെ പ്രഷർ രേഖപ്പെടുത്തിയതിനു ശേഷം അതിന്റെ റിപ്പോർട്ടും കൊണ്ടാണ് നമ്മൾ കാർഡിയോളജിസ്റ്റിനൊക്കെ കാണാനായിട്ട് അല്ലെ പോകുന്നത്. അപ്പൊ അത് സാധാരണയായിട്ട് മാനുവലിയാണ് ചെയ്യുന്നത്. ഇതെങ്ങനെയാണ് ചെയ്യുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ മാക്സിമം അത് ഉയർത്തിയതിനു ശേഷമാണ് ലോ ചെയ്തിട്ടാണ് അത് ആ ഒരു രേഖപ്പെടുത്തുന്നത്. ആ സ്പിഗോമീറ്റർ കറക്റ്റ് ആയിട്ട് രേഖപ്പെടുത്തും മാക്സിമം ആയിട്ട് കളയുമ്പോൾ താഴേക്ക് സമ്മർദ്ദം കുറച്ചു കൊണ്ടുവരുന്നത്. അപ്പൊ ബ്ലഡ് പ്രഷർ എക്യുപ്മെന്റ് അപ്പൊ ടെസ്റ്റ് എന്ന് പറയുന്നത് എന്താണെന്നുള്ളത് മനസ്സിലാക്കി വെക്കും. പിന്നെ നമുക്ക് എന്തായാലും നോക്കാം. അടുത്തത് നോക്കണോ? ഓക്കെ ഓക്കെ, അതിന്റെ നോക്കാം. ലാർഗോസ്കോപ്പ്, അതിനെന്താ പറയുന്നത്? ലാർഗോസ്കോപ്പിന്റെ പ്രത്യേകത നമുക്ക് അറിയാം. ഈസ് ടു ബി ഒബ്സർവ് ദ ലാർനെക്സ്, അതായത് അതിന്റെ തൊണ്ടയുടെ അതാണ് നമ്മൾ വ്യക്തമായിട്ട് മനസ്സിലാക്കുന്നത്. അവിടേക്ക് തൊണ്ടയിലൂടെയാണ് ഈ ഒരു സ്കോപ്പ് കടത്തി വരുന്നത്. അതായത് ഒരു പിക്ചർ നമുക്ക് അത് കാണിച്ചു തരും. അപ്പൊ അതിൽ ആ പിക്ചറിലൂടെയാണ് അവിടെയുള്ള എന്താണ് പ്രോബ്ലംസ് എന്ന് കണ്ടെത്താനായിട്ട് സാധിക്കും. ഇവിടെ കാണുന്ന ഒരു പിടിയുണ്ട് ഇല്ലേ, നമുക്ക് കാണുമ്പോൾ ഒരു ജസ്റ്റ് ഒരു ഇത് കാണും. ആ ഒരു ട്യൂബിലൂടെ ഒരു വൈറ്റ് എന്താണ് കാണിച്ചിരുന്നൊരു, അതിൽ എന്താണ് വെളിച്ചത്തോട് കൂടിയിട്ടുള്ള ഇതാണ്. അവിടെ കൃത്യമായിട്ട് തന്നെ വിസിബിൾ ആയിട്ട് കാണിച്ചിരിക്കും എന്താണ് തൊണ്ടയിലെ ആ മാറ്റേഴ്സ് എന്താണെന്നുള്ള കാര്യം ആ ഒരു ട്യൂബില് കൃത്യമായിട്ട് കാണിച്ചു തരും. അപ്പൊ അതിലൂടെ വിസിബിൾ ആയിട്ട് മനസ്സിലാക്കാനായിട്ട് സാധിക്കും ഡോക്ടേഴ്സിന്. അപ്പൊ തീരുമാനങ്ങൾ എടുക്കാൻ എന്താണ് പ്രോബ്ലംസ് എന്നുള്ള കാര്യം കണ്ടെത്താനായിട്ട് സാധിക്കും. അപ്പൊ തൊണ്ടയുടെ ഭാഗമായ ശ്വസന നാളത്തിലേക്കാണ് ഇത് എൻഡോസ്കോപ്പി വഴി ഇത് കൈകാര്യം ചെയ്യുന്നത്. അതാണ് പറയുന്നത് laryngoscope. Laryngoscope is the observe the larynx, a part of the throat. Laryngoscopy is a medical approach that is used to get a view of the larynx. അതായത് അതിന്റെ തൊണ്ടയുടെ ആ പിക്ചർ അവിടെ ആ ഭാഗത്ത് ശ്വസനനാളത്തിലൂടെ ഇത് കടത്തി വിട്ടിട്ട് ആ ഭാഗത്തെ പിക്ചർ നമുക്ക് വ്യക്തമാക്കി എടുക്കാനായിട്ട് സാധിക്കുന്ന ഒരു കാര്യമാണ്, ഒരു ഇതാണ്, ഉപകരണമാണ് എന്താ ലാryngoscope. ഓക്കെ, അത് ഒരു എപ്പോഴും നമ്മൾ യൂസബിൾ ആയിട്ടൊന്നുമില്ല, ചിലർക്ക് മാത്രം അത് ഉപയോഗപ്രദമായിട്ടുണ്ടാവും അല്ലെ. അതുമായി ബന്ധപ്പെട്ടുള്ള അസുഖങ്ങൾ വന്നവരായിരിക്കും ഇത് എന്താ പറയുക അഭിമുഖീകരിച്ചിട്ടുണ്ടാവും. അതേസമയം നമുക്കറിയാം ബ്ലഡ് പ്രഷറും നമ്മുടെ തെർമോമീറ്ററൊക്കെ നമ്മൾ കണ്ടിട്ടുണ്ടാവും അതേമാതിരി, പക്ഷെ നമ്മൾ ഇത്തരത്തിലുള്ള ലാryngoscope കണ്ടിട്ടുണ്ടാവും. ഇനി ഓക്സിജൻ മാസ്ക് നോക്കാം. ഓക്സിജൻ മാസ്ക് എന്ന് പറയുമ്പോൾ ആ ഒരു നമ്മൾ കഴിഞ്ഞാൽ നമ്മുടെ ഈ പേജ് അല്ലെ കഴിക്കാൻ നോക്കാം. ഇതെന്താണ് ഓക്സിജൻ മാസ്ക്? അതിലാക്കി വെക്കും. ഓക്സിജൻ മാസ്ക് എന്താണ്? ഓക്സിജൻ മാസ്ക് ഓഫേഴ്സ് എ മെത്തേഡ് ടു ക്യാരി ബ്രീത്തിങ് ഓക്സിജൻ ഗ്യാസ് ഫ്രം എ സ്റ്റോറേജ് ടാങ്ക് ടു ദ ലങ്സ്. അതായത് നമ്മുടെ അല്ലെ ഓക്സിജൻ നമുക്ക് നിങ്ങൾ ആരെങ്കിലും ഉപയോഗിച്ചിട്ടുണ്ടാവും. നെബുലൈസേഷൻ ഒക്കെ ഉപയോഗിക്കുമ്പോൾ പൊതുവെ ഇപ്പോഴത്തെ കാലഘട്ടത്തിൽ എപ്പോഴും ശ്വാസം മുട്ടും കാര്യങ്ങളൊക്കെ അല്ലെ, ചുമയും കഫക്കെട്ടും കാര്യങ്ങളൊക്കെ വരുന്നത് കൊണ്ട് ഒക്കെ കുറെ പേര് എന്ന് പറയുന്നത്. അപ്പൊ അത് എന്താണ് ഇത്തരത്തിലുള്ള മാസ്ക് ഉപയോഗിച്ചിട്ടാണ് നമ്മൾ ആ ഒരു നെബുലൈസേഷൻ പർപ്പസ് ഒക്കെ നടത്തുന്നത്. ആൻ ഓക്സിജൻ മാസ്ക് ഓഫേഴ്സ് എ മെത്തേഡ് ടു ക്യാരി ബ്രീത്തിങ് ഓക്സിജൻ ഗ്യാസ് ഫ്രം എ സ്റ്റോറേജ് ടാങ്ക് ടു ദ ലങ്സ്. ലങ്സിലേക്ക് നമ്മളുടെ ഓക്സിജൻ പ്രൊവൈഡ് ചെയ്യുമ്പോൾ നമുക്കത് ഈസി ആയിട്ട് ഇതിലൂടെ നമുക്ക് തരുമ്പോൾ ആ ഒരു ഇതിലേക്ക് നമുക്ക് എന്താണ് ബ്രീത്തിങ്, നമ്മുടെ ശ്വാസം വളരെ സുഗമമായിട്ട് വലിക്കാനായിട്ടാണ് അത് ഉപയോഗിക്കുന്നത്. ഓക്സിജൻ മാസ്ക് മെയിൻ റാപ്പ് ഓൺലി ദ നോസ് ആൻഡ് മൗത്ത് ഓർ ദ ബോൾ ഫേസ്. ഫേസിൽ മൊത്തത്തിലായിട്ട് ഉപയോഗിക്കാം, അതല്ലെങ്കിൽ നോസും മൗത്തും കൂടി ചേർന്ന രീതിയിലും ഇത്തരത്തിലുള്ള ഓക്സിജൻ മാസ്ക് ഉപയോഗിക്കാവുന്നതാണ്. They may be made of a plastic, silicone or rubber. മൂന്ന് രീതിയിലാണ് പ്ലാസ്റ്റിക്കും സിലിക്കോണും റബ്ബറൊക്കെ ഉപയോഗിച്ചിട്ടാണ് ഇത് ഉണ്ടാക്കിയിരിക്കുന്നത്. ഏത് മാസ്കുകളും ഉണ്ടാക്കിയിരിക്കുന്നത്. ഈ മാസ്ക് എന്തിനു വേണ്ടിയിട്ടാണ്? ഈ മാസ്ക് നമ്മൾ ഉപയോഗിക്കുന്നത് ഓക്സിജനെ നമ്മള് ശരീരത്തിലേക്ക് അല്ലെ കൊടുക്കാൻ വേണ്ടിയിട്ട്, മാസ്ക് വഴി പ്രൊവൈഡ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഇത് പ്രധാനമായിട്ടും ഉപയോഗിക്കുന്നത്.
അപ്പൊ ആ ഒരു ലങ്സ് അതെ അത് അതിലേക്ക് എത്തിക്കാൻ വേണ്ടിയിട്ട് അതുമായി ബന്ധപ്പെട്ട് ആ ടാങ്കുമായി ബന്ധപ്പെടുത്തിയിട്ടാണ് ഈ മാസ്ക് ഇവിടെ ട്യൂബിലൂടെ ഓക്സിജൻ വന്ന് നമ്മൾ അത് ശ്വാസം വലിച്ചെടുക്കുന്നത്. അത് നെബുലൈസേഷന്റെ മെഷീനൊക്കെ നമുക്കറിയാം, അത് ഓപ്പറേറ്റ് ചെയ്യുമ്പോൾ അതിലൂടെ മെഡിസിൻസ് കൂടി ഇൻക്ലൂഡ് ചെയ്തിട്ടാണ് ചിലപ്പോഴൊക്കെ അത് ആ മെഡിസിൻസും കൂടി ഇൻക്ലൂഡ് ചെയ്യുമ്പോൾ എന്താണ് നമ്മൾ വലിച്ചെടുക്കുന്ന ആ വായുവിലേക്ക് ആ മെഡിസിന്റെയും കൂടി സപ്പോർട്ട് ഉണ്ടാകും. അപ്പൊ നമുക്ക് എന്താണ് വീണ്ടും അത് പെട്ടെന്ന് പല പ്രാവശ്യം അത് യൂസ് ചെയ്യുമ്പോൾ എന്താണ് നമ്മുടെ ബ്രീത്തിങ് പ്രോബ്ലംസ് ഒക്കെ ഇല്ലാതാവാനായിട്ടുള്ള സാധ്യത. അതിനു വേണ്ടിയാണ് ഓക്സിജൻ മാസ്ക് ഉപയോഗിക്കുന്നത്. അപ്പൊ നമ്മളൊരു 5 എക്യുപ്മെന്റ്സിന്റെ പേരാണ് പഠിച്ചത്. ജസ്റ്റ് നോട്ട് ചെയ്ത് വെക്കുക. നെക്സ്റ്റ് ക്ലാസ്സിൽ നമുക്ക് കണ്ടിന്യൂ ചെയ്യാം. ഓക്കെ, എന്തെങ്കിലും മനസ്സിലാവാത്തതുണ്ടോ? ഓക്കെ, താങ്ക് യു.